ഹലോ എവ്രി വൺ, വെൽക്കം ടു യുവർ മാത്സ് ലാബ് പ്രാക്ടിക്കൽ എക്സാം. ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആയിട്ട് ഞാൻ വന്നിരിക്കുന്നു. നമുക്കിന്ന് ചെയ്യാനുള്ള ലാബുകളാണ് 30, 32, 34. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കമൻസും അതേപോലെ ബാച്ചിലെ പോളും നമ്മൾ എടുത്തപ്പോൾ മനസ്സിലായി 30, 32, 34 അടുത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ +1 നമ്മൾ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. 30 എന്ന് പറഞ്ഞാൽ മാക്സിമം മിനിമ, 32 എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ് ഇൻറ്റഗ്രൽസ് ആൻഡ് 34 എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ്. ഈ മൂന്നെണ്ണം എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ 13, 34 ആണ് ഏറ്റവും പോപ്പുലർ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം നോക്കിയിട്ട് നിങ്ങൾ കാണുക. ടൈം സ്റ്റാമ്പ് ഉണ്ട്, അപ്പോൾ സ്കിപ്പ് അടിക്കാം ചാപ്റ്ററിൻ്റെ താഴെ. അപ്പോൾ നിങ്ങൾ അത് നോക്കി ചെയ്താൽ മതി. പിന്നെ മക്കളെ, ഓൾറെഡി നമ്മൾ ലാബ് 0 ഇട്ടിട്ടുണ്ട്, 1, 2, 3, 4 ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ വന്നപ്പോഴേ ചിലപ്പോൾ വേറെ മാക്സിമം, വേറെ ഇൻക്രീസിങ് ഫംഗ്ഷൻ, ഡിക്രീസിങ് ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ റിലേഷനൊക്കെ കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ്സ് ചെക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നിങ്ങൾക്ക് വരാത്ത ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ആവശ്യമാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ലാബ് ആക്ടിവിറ്റി വന്നിട്ടില്ല, അത് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് അനുസരിച്ച് നമ്മൾ അടുത്ത് ഇടുന്നതായിരിക്കും. ഓക്കെ, റെഡി? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യണം മക്കളെ. 1 ഷോർട്ട് ക്ലാസ്സും അനാലിസിസ് വീഡിയോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഏറ്റവും ബെസ്റ്റായ ഷോർട്ട് നോട്ട്സ് ലൈവ് ഉണ്ട്. വിത്ത് ഈ ബുക്ക് സ്റ്റോക്ക് തീരുന്നവരെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കിട്ടുന്നതായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേഗം തന്നെ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം മക്കളെ. അവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് സയൻസിൻ്റെ ഫുൾ ലാബുകൾ കിട്ടുന്നതായിരിക്കും, ഫുൾ ലെങ്ത് ലാബ് കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് +2 അടിപൊളി മാർക്സ് മേടിക്കുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമായിട്ട് താഴത്തെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, കാരണം നിങ്ങൾ ലാബ് 0, 1, 2, 3, 4 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. മാക്സിമ ആൻഡ് മിനിമ. ഓക്കെ, ഫസ്റ്റ് കാര്യം മനസ്സിലാക്കണം, നമുക്ക് 30.1 ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമ കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ എന്താണ് ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമ? നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടാവും ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സിൽ. ആബ്സല്യൂട്ട് മാക്സിമം, ആബ്സല്യൂട്ട് മിനിമം എന്ന് പറയുമ്പോൾ ആ ഫംഗ്ഷൻ എവിടെ വേണമെങ്കിലും തന്നാൽ, എവിടെ വേണമെങ്കിലും ആ റേഞ്ചിൽ തന്നപ്പോൾ, ഫോർ എക്സാമ്പിൾ ഈ ഫംഗ്ഷൻ 1 ഫൈൻഡ് അടിക്കുക, എവിടെ വേണമെങ്കിലും മാക്സിമം മിനിമം വന്നാൽ ഒന്നുമില്ല വ്യത്യാസമാകുക എന്താണ്? ബേസിക്കലി എൻഡ് പോയിന്റ്സിലും കൂടി ചെക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ക്വസ്റ്റ്യൻ, ഓക്കെ, ലാബ് 2024, 25, 23 ചോദിച്ചിട്ടുണ്ട്. ഈ വർഷം എന്താണെന്ന് തന്നെ ചോദിക്കും. പിന്നെ വരുന്നത് എന്താണ്? നമുക്ക് ഡെഫിനറ്റ് ഇൻറ്റഗ്രൽസ്. ഡെഫിനറ്റ് ഇൻറ്റഗ്രൽസ് നിങ്ങൾ കുറച്ച് പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം, കാരണം അവസാനം നിങ്ങളോട് ചോദിക്കും ഏത് പ്രോപ്പർട്ടിയാണ് ഇവർ ഉദ്ദേശിച്ചതെന്ന്. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടീസിൻ്റെ ലിസ്റ്റും എല്ലാം കാണിച്ചിരുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വരുന്നത് 34 ആണ്. ഓക്കെ, ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ്, ഇത് വളരെ പോപ്പുലർ ആണ്. ഓക്കെ, അപ്പോൾ ടൈം സ്റ്റാമ്പ്സ് താഴെ കൊടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ജിയോജിബ്ര ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ജിയോജിബ്ര നിങ്ങളുടെ വിൻഡോസോ മാക്കിലോ ലിനക്സിലോ ആൻഡ്രോയിഡിലോ ഇൻസ്റ്റാൾ ചെയ്യാൻ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ലൈക്ക് അടിക്കാം, എന്നാൽ എനിക്ക് അതുപോയി ചെയ്യാമല്ലോ. പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് മക്കൾ, ഇത് അത്യാവശ്യം നല്ല എഫേർട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ മോഡൽ എക്സാം എഴുതി അടിപൊളിയായിട്ട് മാർക്ക് മേടിക്കുക. പക്ഷേ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമം. ഞാനത് കുറേ വായിക്കുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യനിൽ ആ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യാം, അതിലില്ലാത്ത സ്റ്റെപ്പുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ ഫൈൻഡ് ദ ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമം ഓഫ് ദ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഓൾസോ ഫൈൻഡ് ദ ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമം വാല്യൂസ്. ഓക്കെ, സി ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ, ഫോർ എക്സാമ്പിൾ x 5 ആകുമ്പോൾ ലോക്കൽ മാക്സിമ, x 3 ആകുമ്പോൾ ലോക്കൽ മിനിമ. ഈ അത് കഴിഞ്ഞിട്ട് ലോക്കൽ മാക്സിമമും ലോക്കൽ മിനിമം കണ്ടുപിടിക്കണം. വാല്യൂസ് എത്രയാണ് അങ്ങനെ പറയുമ്പോൾ x 5 ഇടുമ്പോൾ മാക്സിമം എന്നല്ല, ആ മാക്സിമം വാല്യൂ എന്താ? 27. ലോക്കൽ മിനിമം എന്ന് പറയുമ്പോൾ x 8 എന്ന് പറഞ്ഞില്ലേ, ആ 8 ഇടുമ്പോൾ ഫംഗ്ഷൻ എന്താ വാല്യൂ? -25 ആയിരിക്കും. ആ വാല്യൂസും കണ്ടുപിടിക്കണം. അങ്ങനെ രണ്ടും എഴുതണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ ഫംഗ്ഷൻ എഴുതാം. ഓക്കെ, അപ്പോൾ കുറേ രീതികളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. f(x) എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാലോ. ഇൻപുട്ട് ബോക്സിൽ താഴെ ഞാൻ എന്ത് ചെയ്യുന്നു? 8x³ ഓക്കെ -33x² + 36x - 8. ഓ, ടൈപ്പ് ചെയ്ത് മൊത്തം മാറിപ്പോയി. എവിടെ പോയി ടൈപ്പ് ചെയ്തത്? ഒന്നും ടൈപ്പായില്ല. ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 8x³ അവിടെ തന്നെയല്ലേ, മൗസ് കൊണ്ട് ഇവിടെ വെക്കുന്നു. ഇൻപുട്ട് ബോക്സ് കാണാമല്ലോ. 8x³ ഓക്കെ -33x². ഓ, അത് എൻ്ററായിപ്പോയി. ഓക്കെ, എനിക്കൊന്ന് ഓരോ പ്രാവശ്യം കൊണ്ട് മാറുമ്പം അവന്മാരങ്ങ് ഫംഗ്ഷൻ വന്നു. 8x³ -33x². ഞാൻ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ബാക്കി ചെയ്താൽ കേട്ടോ. -33x² + 36x. ഓക്കെ, കഴിഞ്ഞില്ല. ഇനിയുണ്ട് ഫുള്ള് ഫംഗ്ഷൻ എഴുതണേ. +36x -8. ഓക്കെ, -8 ഇപ്പം നമ്മുടെ ഫംഗ്ഷൻ കിട്ടി. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ബേസിക്കലി. ഓക്കെ, ഫംഗ്ഷൻ കാണാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാ ഫംഗ്ഷൻ ഇവിടെ ലെഫ്റ്റിൽ ഏറ്റവും താഴേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് മിനിമം കണ്ടുപിടിക്കാനല്ല. ഏറ്റവും മിനിമം എന്താണ്? -∞. മാക്സിമം എന്താണ്? +∞. അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ നടുഭാഗം നോക്കിയാൽ മനസ്സിലായി ലോക്കൽ മിനിമം ലോക്കൽ മാക്സിമം എന്താണ്? ബേസിക്കലി ഇവിടെ ഇത് മാക്സിമം ആണ്. ഓക്കെ, അപ്പോൾ മാക്സിമം ആണ്, ഇത് മിനിമം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് വേഗം ആൻസർ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ്? വളരെ സിമ്പിൾ. ഓവർ കൺഫ്യൂഷൻ ആവേണ്ട. ആ പോയിന്റ് ടൂൾ അങ്ങ് എടുക്കുക. ഓക്കെ, ഓവർ സർക്കസ് കളിക്കുക. നിങ്ങളുടെ പോയിന്റ് ടൂൾ എടുക്കുക, മാക്സിമത്തിൽ പോയി നിൽക്കുക. ഓക്കെ, ആ മാക്സിമത്തിൽ പോയി നിൽക്കണമെങ്കിൽ ഇവിടെ വരിക, ഒന്നുകൂടി ഇതാ വൃത്തിയിലെടുക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം?
അൺഡു ചെയ്യുന്നു മാക്സിമം പോയിന്റിൽ. ശരിക്കും പറഞ്ഞാൽ പെർപെൻഡിക്കുലർ റൂളൊക്കെ ഉപയോഗിക്കാം. ഞാൻ അടിച്ച ഫംഗ്ഷൻ കറക്റ്റില്ല, 33x² + 36x - 8. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാതെ ഇവിടെയാണ് മാക്സിമം ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ പോയിന്റ് കിട്ടി. എത്രയാ? 0.75 മാക്സിമ ഉള്ളത്, ലോക്കൽ മാക്സിമ. ആൻഡ് വാല്യൂ ഓഫ് ലോക്കൽ മാക്സിമം 3.81. ഓക്കെ, 3.81. അതേപോലെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ആ മിനിമത്തിലേക്ക് പോകുന്നു. പക്ഷേ ഇതല്ലേ ഇവർ പറയുന്നത് കേട്ടോ, ഞാൻ നിങ്ങളോട് ഗ്രാഫ് നോക്കി ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. ഓക്കെ, ലോക്കൽ മിനിമം ഇവിടെയാണ്. ഓക്കെ, അതെന്താണ്, ഞാൻ 0.2 എടുക്കുന്നു, ഇവിടെ ഉണ്ട്, ഇവിടെ നിൽക്കുന്നു. ഓക്കെ, റെഡി. അപ്പോൾ എന്താണ്, 2ലാണ് -4 ലോക്കൽ മിനിമം. ഓക്കെ, അത് നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട്, സാർ ഇത് കാണുന്നില്ല, എന്താ ചെയ്യുക? നിങ്ങൾ ഇവനെ നിൽക്കുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് നിൽക്കുക, നെയിം ആൻഡ് വാല്യൂ, ലേബിളിൽ നെയിം ആൻഡ് വാല്യൂയും കൊടുക്കുക. ഓക്കെ, നെയിം ആൻഡ് വാല്യൂ കൊടുക്കുക, ഇവനിൽ നിൽക്കുക, ബിയിൽ നിൽക്കുക, നെയിം ആൻഡ് വാല്യൂ. അപ്പോൾ അതൊക്കെ അവിടെ തന്നെ മനസ്സിലായി എന്താ സംഭവം. ഓക്കെ, റെഡി. അപ്പോൾ എന്താണ്, എവിടെയാണ് നടക്കുന്നത് ലോക്കൽ മാക്സിമം? 0.75. ലോക്കൽ മാക്സിമം എത്രയാണ്? 3.8 വാല്യൂ. ഓക്കെ, അതേപോലെ ഇത്. ഓക്കെ, അത് കിട്ടി. ഡ്രോ ദ ഫംഗ്ഷൻ ഓഫ് f(x). ഇനി f'(x) വരയ്ക്കണമെങ്കിൽ, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് f'(x) f(x)? f'(x) എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡെറിവേറ്റീവ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് f(x) എന്നൊക്കെ എഴുതാം. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, എഫ് ആ ഡാഷിന് നമ്മുടെ എൻട്രൻ്റെ തൊട്ടപ്പുറത്തേക്ക് ഉണ്ട്, ഡബിൾ അപ്പോസ്ട്രോഫി ഉണ്ട്, സിംഗിൾ അപ്പോസ്ട്രോഫി. ആ f' എന്നങ്ങ് അടിച്ചാൽ മതി. f1 എന്നല്ല, പിന്നെ കീബോർഡിൻ്റെ 1 2 3 4 ഇപ്പുറത്തല്ല. ഓക്കെ, നിങ്ങൾ കീബോർഡ് ഇങ്ങനെയാണെങ്കിൽ എൻട്രൻ്റെ തൊട്ടിപ്പുറത്തുണ്ട് ഈ ഡബിൾ കോഡ്സിൻ്റെ താഴെയുള്ള ബട്ടൺ. ഓക്കെ, അപ്പോൾ അതാണ് f'. അപ്പോൾ f'(x) വന്നു, അത് നിങ്ങൾ ഡെറിവേറ്റീവ് എന്ന് അടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ f' കിട്ടി. ഇനി ഞാൻ ഈ സാധനം ആൾക്കാരെ ഹൈഡ് ചെയ്യും. നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്താ പറയുന്നത്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറയുന്നത് വളരെ രസമാണ്. എന്താ നോക്കിയാൽ, ഫൈൻഡ് ദ, നമ്മൾ f(x) വരച്ച് f'(x) വരച്ച്, f(x) ആണിത്, f'(x) ആണ് ഇത്, ഓറഞ്ച് ലൈൻ. ഓക്കെ, ഇനി ഫൈൻഡ് പോയിന്റ്സ് എ ആൻഡ് ബി വേർ ദ ഗ്രാഫ് ഓഫ് f'(x) കട്ട്സ് ദി x ആക്സിസ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച എയും ബി ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ പാടില്ലായിരുന്നു, നമ്മൾ കുറച്ച് സ്പീഡ് കൂടി പോയി. ഓക്കെ, f'(x) ഗ്രാഫ് ഇതാണല്ലോ. f'(x) എന്ന് പറയുമ്പോൾ സ്ലോപ്പാണ്. സ്ലോപ്പ് 0 ആവുന്നു എന്ന് പറയുമ്പം ബേസിക്കലി f'(x) x ആക്സിസിനെ കട്ട് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അവിടെയാണ് ശരിക്കും അവർ മാർക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പോയിന്റ് എടുക്കുന്നു, ഇത് മാർക്ക് ചെയ്യുന്നു, ഇതാണ് മാർക്ക് ചെയ്യേണ്ടത് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ കിട്ടി. നോക്കിയാൽ 0.75 2 അപ്പം സാർ 0.75 2 f'(x) x ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോയിന്റ്സിലാണ് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഒക്കർ ചെയ്യുക. ഓക്കെ, ഇവിടെയാണ് നടക്കുക. പക്ഷേ ഇതിൻ്റെ വാല്യൂ ഇടണമെങ്കിൽ മറ്റേ ഗ്രാഫിൽ പോയി നോക്കണം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ചെയ്ത മക്കളെ, ഈ എൻ്റെ എക്സില്ലേ 0.75 അത് കൊണ്ടുപോയിട്ട് ഫംഗ്ഷനിൽ ഇട്ടാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലേ. ഈ എൻ്റെ 0.75 ഫംഗ്ഷനിൽ കൊണ്ട് ഇട്ടാൽ നമുക്ക് ഇവിടെ ഈ പീക്ക് കിട്ടും. അതാണ് നമ്മുടെ എന്തോ 3.81. അതേപോലെ ബി എന്ന് പറയുമ്പോൾ ലോക്കൽ മിനിമമാണ്, നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അത് 2 കൊണ്ട് ഈ ഫംഗ്ഷനിൽ ഇട്ട് f(2) എന്ന് പറയുമ്പോൾ -4 കിട്ടിക്കോളും. ഓക്കെ, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പക്ഷേ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് കഴിഞ്ഞ് ഷോ ദ കോർഡിനേറ്റ്സ് ഓഫ് എ ആൻഡ് ബി. എ ആൻഡ് ബിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ ഒബ്ജക്റ്റിൽ പോയിട്ട് ലേബൽ പ്രോപ്പർട്ടീസിൽ ഓണാക്കി വെച്ചിട്ട് ഇല്ലേ, ഒന്നുകൂടി ചെയ്യണം. നമ്മൾ പിന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് പോകുന്നു, ലേബിൾ ഇതാണിക്കുന്നു. ഓക്കെ, നെയിം ആൻഡ് വാല്യൂ, ഇവനെ ഒന്ന് നിൽക്കുന്നു, നെയിം ആൻഡ് വാല്യൂ കൊടുക്കുന്നു. ഓക്കെ, ഇത്രയുള്ള സംഭവം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഫ്രം ദ ഗ്രാഫ് ഓഫ് f(x) it is easy to identify whether x coordinate of a and b are points of local maximum or local minimum. മക്കളെ, ഇത് എ എന്ന് പറയുമ്പോൾ ലോക്കൽ മാക്സിമം ഇല്ല, കാരണം മാക്സിമം അല്ലേ ഇവിടെ ഹിറ്റ് ചെയ്യുന്നത്. ബി എന്ന് പറയുമ്പോൾ ലോക്കൽ മിനിമം അല്ലേ സാർ ഹിറ്റ് ചെയ്യുന്നത്. ഈ ഗ്രീൻ ലൈനും ഓറഞ്ച് ലൈനും തട്ടുന്നതിനെ പറ്റിയിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. എൻ്റെ നേരെ മേലെ നോക്കിയാൽ ഇതാണ് മാക്സിമ, ബീൻ്റെ നേരെ താഴെ നോക്കി ഇതാണ് മിനിമം. ഇവർ തട്ടുന്ന പോയിന്റ് ഒന്നും അല്ല കേട്ടോ, തട്ടുന്നതായിട്ടൊരു ബന്ധമില്ല. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇൻപുട്ട് കമാൻഡ് ഫോർ f(x) നമുക്ക് എന്താ ബേസിക്കലി അറിയാം. എ എന്നുള്ള പോയിന്റിൽ ലോക്കൽ മിനിമം മാക്സിമം എന്തോ സംഭവിക്കും, അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണല്ലോ. ആ എക്സ് കോർഡിനേറ്റ് 0.75 നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഈ പച്ച ലൈനിൽ കൊണ്ടിടുന്നു, അതാണ് എന്താണ് f(x). എഫ് ഫംഗ്ഷൻ എഫിൽ നമ്മൾ എക്സ് കോർഡിനേറ്റ് ഓഫ് എ ഇടുന്നു. അപ്പോൾ എന്താണ് കിട്ടുന്നത്? അപ്പോൾ നമുക്ക് 3.81 അതാണ് ഈ പോയിന്റ്, ഈ മാക്സിമം. അതേപോലെ ഞാൻ എഫ് ഫംഗ്ഷനിൽ എക്സ് കോർഡിനേറ്റ് ഓഫ് ബി ഇടുന്നു, അത് മിനിമം ആയിരിക്കും, അതാണ് -4. അപ്പം ലോക്കൽ മാക്സിമ ഒക്കേഴ്സ് അറ്റ് x = 0.75 ആൻഡ് ലോക്കൽ f(x) എത്ര വാല്യൂ 3.81. മിനിമം വാല്യൂ എവിടെയാണ്? x = 2ലും ആൻഡ് മിനിമം വാല്യൂ എത്രയാണ്? മിനിമം -4. അത്രയുള്ള സംഭവം. ഓക്കെ, അപ്പോൾ ഡ്രോ ദ ഗ്രാഫ് ഇത് കിട്ടി. ഓക്കെ, കറസ്പോണ്ടിങ് വാല്യൂസ് നമ്മൾ കൊടുത്തു. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്താണ് മക്കൾ ഇവിടെ പറയുന്നത്? സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഇസ് വെരി സിമ്പിൾ. f' വരച്ചു, f' വരച്ചു, ഇനി f" വരയ്ക്കണം. അപ്പോൾ നമ്മൾ f" വെറുതെ f'' നിട്ടാൽ മതി. ഓക്കെ, ഇനി ഇത് കിട്ടി. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലായി ഇതിൻ്റെ ഡെറിവേറ്റീവ്. ഇനി എന്തിനാണ് ഡബിൾ ഡെറിവേറ്റീവ്? നമുക്ക് ഗ്രാഫൊന്നും കാണുന്നില്ലായിരുന്നെങ്കിൽ, ഓക്കെ, ഈ ഗ്രാഫ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ f' ഒന്ന് ഒഴിവാക്കുകയാണ്, അല്ല f' ഒഴിവാക്കണ്ട. നമുക്ക് മനസ്സിലായി ലോക്കൽ മാക്സിമ
അല്ലെ ലോക്കൽ മിനിമം എവിടെ ഉണ്ടാവും, ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം എവിടെ ഉണ്ടാവും. അത് ഡബിൾ ഡെറിവേറ്റീവിൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഈ പോയിന്റ് എ പോയിന്റിൽ മിനിമം ആണെങ്കിൽ മിനിമം അപ്പോൾ ഡബിൾ ഡെറിവേറ്റീവ് നെഗറ്റീവാണ്. എൻ്റെ അവിടെ ഡബിൾ ഡെറിവേറ്റീവ് നെഗറ്റീവ് അല്ലേ, ഞാൻ എൻ്റെതാ ഡബിൾ ഡെറിവേറ്റീവ് കൊണ്ട് നെഗറ്റീവ് ഇട്ടാൽ എനിക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് മാക്സിമം, കാരണം മാക്സിമം ആണല്ലോ ഫംഗ്ഷൻ്റെ മാക്സിമം. ബീൻ്റെ വാല്യൂ എന്താണ് 2 എന്നുള്ളത് ഞാൻ ഡബിൾ ഡെറിവേറ്റീവ് ഈ ഫംഗ്ഷനിൽ കൊണ്ടിട്ട് എഫ് ഡബിൾ ഡാഷിൽ ഇട്ടാൽ പോസിറ്റീവാണ്. പോസിറ്റീവ് ആകുമ്പോൾ എനിക്കറിയാം മിനിമയാണ്, അപ്പോൾ ഫംഗ്ഷൻ്റെ മിനിമയാണല്ലോ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് ഡബിൾ ഡെറിവേറ്റീവ് ടെസ്റ്റ്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഇവിടെ പറഞ്ഞു. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഓക്കെ, ഇനി ഫൈൻഡ് ദ പോയിന്റ്സ് find the points f of a and b at which the f of x are cut. അത് നമ്മൾ ചെയ്തു. a and b നമ്മൾ കണ്ടുപിടിച്ചു. f of x നമ്മൾ കട്ട് ചെയ്യുന്ന കണ്ടു. find the points, find the sign of f double dash of x of a and f double dash of x. നമ്മൾ എൻ്റെ നമ്മൾ ഇത്രയുള്ള സംഭവം എഫ് ഡബിൾ ഡാഷിൽ കൊണ്ടിട്ട് ആ എൻ്റെ എക്സ് കോർഡിനേറ്റ് ഇടുന്നു, എൻ്റെ എക്സ് കോർഡിനേറ്റ് ഇടുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് മൈനസ് ആണ്. അപ്പം എയിൽ ഡബിൾ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ട് മാക്സിമയാണ്. ഓക്കെ, അതേപോലെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഓഫ് ബി. ഓക്കെ, അപ്പോൾ നമ്മൾ എഫ് ഡബിൾ ഡാഷിൽ ബി പോയിന്റ് ഇടുമ്പോൾ എനിക്ക് പോസിറ്റീവ് വാല്യൂ 30 ആണ് കിട്ടുന്നത്. സോ അവിടെ എന്താണ് നടക്കുന്നത്, മാക്സിമയാണ്, മിനിമയാണ്. ഓക്കെ, അപ്പം ബിയിൽ എനിക്കറിയാം മിനിമയാണ്, എയിൽ മാക്സിമമാണ്. കാരണം നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ മാക്സിമം, മിനിമം വാല്യൂ തരുമ്പോൾ നെഗറ്റീവ് വാല്യൂ തരുമ്പോൾ മാക്സിമം, പോസിറ്റീവ് വാല്യൂ തരുമ്പോൾ മിനിമം. ഓപ്പോസിറ്റ് ആണെന്ന് അറിയാമല്ലോ. അത് കിട്ടി, സംഭവം കിട്ടി. ഓൾസോ ഫൈൻഡ് ദ പോയിന്റ്സ് ഓഫ് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഓഫ് ദ ഫംഗ്ഷൻ മോഡുലസ് ഓഫ് sin to x. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് വേഗം ചെയ്യാം. അപ്പോൾ ഇത് മൊത്തം ഞാൻ ഒന്ന് ടടാന്ന് പറഞ്ഞിട്ട് ബൈ പറയാം കേട്ടോ. ന്യൂ എടുക്കുന്നു. ഓക്കെ, ഈ സംഭവം ക്ലിയർ ആണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മോഡുലസ് ഓഫ് sin to x എന്ന് പറയുമ്പോൾ നമ്മൾ ആബ്സല്യൂട്ട് ഓഫ് സൈൻ, ഇവിടെ ആബ്സല്യൂട്ട് ഓഫ് sin to x, ഇതാണ് ആബ്സല്യൂട്ട് ഓഫ് sin to x കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്രാഫിക്സ് വ്യൂവിൽ മാറ്റാൻ ശ്രദ്ധിച്ചു കേട്ടോ. ക്രിയേറ്റ് എൻ ഇൻറ്റീജർ സ്ലൈഡർ n. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻറ്റീജർ സ്ലൈഡർ ഉണ്ടാക്കുന്നു. എ അല്ല കേട്ടോ, ഇവിടെ എന്താ n ആണ്. മാക്സിമം മിനിമം പറഞ്ഞിട്ടില്ല കേട്ടോ, മാക്സിമം മിനിമം പറഞ്ഞിട്ടില്ല. മാർക്ക് ദ ഡിസ്റ്റൻസ്. ഓക്കെ, ഇൻറ്റീജർ സ്ലൈഡർ n എന്ന് പറഞ്ഞിട്ടുള്ളൂ, മിനിമം മാക്സിമം ഒന്നും പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് എന്താ ഇൻക്രിമെൻറ്റ് വേണം 1 കൊടുക്കാം. ഇൻക്രിമെൻറ്റ് 1 കൊടുത്തോ. ഓക്കെ, ആ നമ്പറാണ്, ഇൻറ്റീജർ ആംഗിൾ ഒന്നല്ല. ഓക്കെ, ഇത് കിട്ടി. ഓക്കെ, പക്ഷേ ഈ എന്നിപ്പോൾ ഒന്നിനും നമ്മൾ ലിങ്ക് ചെയ്തിട്ടില്ല. ഇനി പോകേണ്ട എന്താണ്, റൈറ്റ് ക്ലിക്ക് ഓൺ ദ ഗ്രാഫിക്സ് വ്യൂ. അപ്പോൾ നമ്മൾ ഈ മൂട്ട് കൊടുക്കുക, റൈറ്റ് ക്ലിക്ക് വെക്കുക. ഈ ഗ്രാഫിക്സിൻ്റെ ഉള്ളിൽ ഈ ഗ്രാഫിക്സിലേക്ക്, ഇവിടെ ഈ വ്യൂവിലല്ല കേട്ടോ, അത് ഗ്രാഫിക്സ് 2ലേക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് വെക്കുക, ഗ്രാഫിക്സ് വെക്കുക. ഓക്കെ, ഇനി എന്താ അവർ പറയുന്നത്, റൈറ്റ് ക്ലിക്ക് ഓൺ ദ ഗ്രാഫിക്സ് വ്യൂ, എക്സ് ആക്സിസിൽ ഡിസ്റ്റൻസ് π/n ആക്കുക. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസിൽ വരിക, ഡിസ്റ്റൻസ് π/n, π/n/n കൊടുക്കുക. ഓക്കെ, π/n കഴിഞ്ഞു. ഇനി ക്ലോസ് അടിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ ഈ എന്താണ് ഇവിടെ എക്സ് ആക്സിസ് എന്താണ് പൈ അല്ലേ. അപ്പോൾ നോക്കിയാൽ π/n വന്നില്ല, n 1 ആണ് ഇപ്പം. ഓക്കെ, അപ്പോൾ പൈയും 2πയും 3π വരും. π/1 എന്ന് പറയുമ്പോൾ പൈൻ്റെ മൾട്ടിപ്പിൾസ് വരും. ഞാൻ n 2 കൊടുത്ത് എന്നിട്ട് π/2 3π/2 ഇതാണല്ലോ നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ n 2 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രാഫ് നമുക്ക് കുറച്ചുകൂടി മനസ്സിലായി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ π/2 π/3 അവർ π/3യിലാണ് കാണിച്ചത്. അപ്പോൾ നമ്മൾ n 3 കൊടുത്താൽ π/3 കാണാം, എല്ലാം π/3 കട്ടാവും. π/2 ആണ് നമുക്ക് കുറച്ചുകൂടി നല്ലത്. ഇനി ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഇത് നമ്മൾ ചെയ്തു. ഡ്രോ എഫ് ഓഫ് എക്സ്, എഫ് ഡാഷ് ഓഫ് എക്സ് നമ്മൾ വെറുതെ എഫ് ഡാഷ് എന്ന് അടിച്ചാൽ കിട്ടി, എഫ് ഡാഷ് കഴിഞ്ഞു. ഇനി എന്താണ്, ഐഡൻറ്റിഫൈ ദ പോയിന്റ്സ് ഓഫ് ഐദർ എഫ് ഓഫ് എക്സ് ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ ഓർ എഫ് ഡാഷ് ഓഫ് എക്സ് 0. മക്കളെ എഫ് ഡാഷ് എക്സ് 0 എവിടെ, ഞാൻ എന്താ കൺഫ്യൂഷൻ ഉള്ള തരാം. എഫ് ഡാഷ് എക്സ് ഈ ഗ്രാഫ് എവിടെയാണ് 0 വരുന്നത് മക്കളെ, വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ π/4 ആക്കി തരാം. അപ്പോൾ നിങ്ങൾ മനസ്സിലായി, അത് നോക്കിയേ. എവിടേക്കാണ് 0 വരുന്നത്, നമുക്ക് π/4. ഓക്കെ, π/4 എഫ് ഡാഷ് 0 ആണ്, 3π/4 എഫ് ഡാഷ് ഓഫ് 0 ആണ്. ബേസിക്കലി ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/4. ഓക്കെ, ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/4 എന്താണ്, ഇത് ഗ്രാഫ് 0 ആണ്. ഓക്കെ, അപ്പം ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/4 0 ആണെങ്കിൽ അവിടെയാണ് മാക്സിമം ഉണ്ടാവേണ്ടത്. ഓക്കെ, നോക്കിയേ ഇവിടെ നോക്കിയേ, ഇവിടെ -3π/4 മാക്സിമം ഉണ്ട്. ഓക്കെ, ഓഡ് മൾട്ടിപ്പിൾ ഇവിടെ മാക്സിമം ഉണ്ട്, π/4 മാക്സിമം ഉണ്ട്, π/4 മാക്സിമം ഉണ്ട്. ഓക്കെ, ഇനി ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ, ഇത് ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിന്റ് നമ്മൾ ഈ പോയിന്റുകൾ കേട്ടോ. അപ്പം നമുക്കറിയാം ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുമ്പോൾ ഷാർപ്പായിരിക്കരുത്. ഇവിടെ ഷാർപ്പാണല്ലോ, ഇവിടെ ഷാർപ്പ് π/2ൻ്റെ മൾട്ടിപ്പിൾസിൽ ഷാർപ്പ്, ഇവിടെ ഷാർപ്പാണ്, ഇവിടെ ഷാർപ്പാണ്. അപ്പോൾ അവിടെ ആവാം നിങ്ങൾ ചെക്ക് ചെയ്ത്. ഇവിടെ മിനിമം അല്ലേ വരുന്നത്, ഇവിടെ മിനിമയാണ്, ഏറ്റവും താഴെയാണ് വരുന്നത് കേട്ടോ. ഇവിടെ മിനിമയാണ്, ഇവിടെ മിനിമയാണ്, ഇവിടെ മിനിമയാണ്, കാരണം ഇവിടെ സ്ലോപ്പ് നമുക്ക് കിട്ടൂല. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ചെക്ക് ചെയ്യണം, അതാണ് പറയുന്നത്. അവിടെയാണ് ലോക്കൽ മിനിമ വരുന്നത്. ഓക്കെ, എന്താണ് മൾട്ടിപ്പിൾസ് ഓഫ് π/2. ഓക്കെ, മൾട്ടിപ്പിൾസ് ഓഫ് π/2 മിനിമയും ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/4 മാക്സിമമാണ് നടക്കുന്നത്. ഓക്കെ, അതാണ് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം. ഇത് നമ്മൾ ഐഡൻറ്റിഫൈ പോയിന്റ്സ് ചെയ്തു. ഓക്കെ, ഇനി അയ്യോ കഴിഞ്ഞ പേജിലൊന്നും പോകണമായിരുന്നു.
ഇവിടെ ഇതാ നമുക്ക് അതേപോലെ തന്നെ ഈ ഫംഗ്ഷൻസ് ഒന്ന് വേഗം കണ്ടുപിടിച്ചു തരാം. ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഓഫ് ഈ വാല്യൂസ് കണ്ടുപിടിക്കണം. നമുക്കൊന്ന് വേഗം ചെയ്താൽ സിമ്പിൾ. അപ്പോൾ ഇത്രയുള്ള ഈ ബേസിക് സംഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ന്യൂ എടുക്കുക, കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ π/n ഒക്കെ ആക്കിയല്ലോ. ഓക്കെ, ഒരു ഏതാ നമുക്ക് രസമുള്ള കാണിക്കുക, എന്താ x ക്യൂബ് പ്ലസ് 1 ചെയ്യാം. x ക്യൂബ് പ്ലസ് 1. ഓക്കെ, x ക്യൂബ് പ്ലസ് 1 കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്, വേറെ ഒന്നുമില്ല, f'(x) അടിക്കുക. f' എന്ന് അടിക്കുക. f' എവിടെ 0 വരുന്ന മക്കളെ, f' 0 വരുന്നത് എന്താണ്, ഈ പോയിന്റ് വെറുതെ ഒന്ന് മാർക്ക് ചെയ്തോ, നിങ്ങൾ ടീച്ചേഴ്സിന് ഒന്ന് കാണിച്ചു കൊടുത്തോ. എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന 0-ലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി എഫിൽ കൊണ്ടിട്ട് എക്സ് ഓഫ് നമ്മളെന്താണ് എ കൊടുക്കുന്നു, എക്സ് ഓഫ് എ ആ പോയിന്റ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, എക്സ് എ എന്ന് പറഞ്ഞാൽ 0 അപ്പോൾ അതിൻ്റെ എക്സ് എന്ന് പറയുമ്പോൾ 0, അതുകൊണ്ടിട്ട് ഫംഗ്ഷനിൽ ഇടുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്, 1 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 1 ആണ് ഒരു വാല്യൂ. ഇനി അതാണോ ലോക്കൽ മിനിമം ലോക്കൽ മാക്സിമം നമുക്ക് അറിയില്ല അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇതിന് ലോക്കൽ മിനിമം ലോക്കൽ മാക്സിമം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. കാരണം എന്താണ്, ഇത് ലെഫ്റ്റിലേക്കും താഴേക്കും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഫംഗ്ഷൻസാണ്. ഓക്കെ, ഇനി അത് കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ ഡബിൾ ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്യാം. f" വരയ്ക്കുക. f" വരച്ചു. ഇനി അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിയാൽ f". ഇനി f" നമ്മൾ ആ എൻ്റെ നമ്പർ ഇട്ട് കൊടുത്താൽ, എൻ്റെ എക്സ് കോർഡിനേറ്റ് ഇട്ടാൽ മാക്സിമം ആണോ മിനിമം ആണോ എന്ന് മനസ്സിലാവും. ഓക്കെ, മാക്സിമം ആണെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആണ്, മിനിമം ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പം നമ്മൾ നോക്കിയാൽ f" എക്സ് ഓഫ് എ കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്താ കിട്ടുന്നത്, 0. മാക്സിമം അല്ല മിനിമം അല്ല എന്ന് മനസ്സിലായി. ഓക്കെ, മാക്സിമം അല്ല മിനിമം അല്ല, കഴിഞ്ഞ ക്വസ്റ്റ്യൻ. ഓക്കെ, സിമ്പിൾ സംഭവം. ഈ sin x - cos x നിങ്ങൾക്ക് ഈ ഇൻ്റർവെല്ലൊക്കെ കൊടുക്കുക, ഇഷ്ടമുള്ള പോലെ പ്രാക്ടീസ് ചെയ്യാം. ഇനി എക്സാമിൽ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അതിന് മുമ്പ് ആബ്സല്യൂട്ട് മിനിമം ആബ്സല്യൂട്ട് മാക്സിമം ഉണ്ട്. ഓക്കെ, ആബ്സല്യൂട്ട് മിനിമം മാക്സിമയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, റെഡി. ഫൈൻ ദി ആബ്സല്യൂട്ട് മിനിമം. ഇപ്പോൾ ലോക്കൽ മിനിമം ലോക്കൽ മാക്സിമം പറയാം. ആബ്സല്യൂട്ട് മിനിമം മാക്സിമം വ്യത്യാസം എന്താണ്, സെയിം സംഭവം തന്നെ ഒരു ഇൻ്റർവെല്ല് തരും. ഒരു 1 to 5 എന്ന് പറഞ്ഞിട്ട് തരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, f' നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ 2x³ പ്ലസ് 2x³ -15x സ്ക്വയർ ആണ്. ഓക്കെ, പ്ലസ് 36 എന്തോ ഞാൻ കണ്ടു, 36x + 1 പ്ലസ് 36x + 1. 36x എവിടെ പോയി? ഓക്കെ, ഇവിടെ വരുന്നില്ലേ? ഇവിടെ x² ആയി പോയോണ്ടാ, ഇവിടെ x² ആയില്ല. പ്ലസ് 36x റെഡി അല്ലേ. 2x³ എപ്പോഴും ചെക്ക് ചെയ്തോ കേട്ടോ, അല്ലെ മൊത്തം ആൻസർ എഴുതി. -15x² + 36x + 1. ഓക്കെ, നമ്മുടെ ഫംഗ്ഷൻ കിട്ടി. ഓക്കെ, x³ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലായി മേലെ താഴേക്ക് ഇങ്ങനെ മാക്സിമം മിനിമം എടുക്കുക. ഇനി 1 to 5 ആണ്. ഓക്കെ, ഇനി അത് വേണമെങ്കിൽ നമുക്ക് എന്താണ് കോമ എന്താണ് 1 to 5 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു അങ്ങനെ വേണേൽ കൊടുക്കാം. കോമ എന്താണ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഒന്ന് കൊടുക്കാം. ഓക്കെ, 1ഉം 5 ഇവിടെ ഫംഗ്ഷനിക്ക് ഒന്ന് ഇവിടെ മേലെ എവിടെയാണെന്ന് തോന്നുന്നു. ഫംഗ്ഷൻ കണ്ടോ, ഈ ഭാഗം മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഇവിടെയാണ് ഫംഗ്ഷൻ നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇനി അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്രയുള്ള നമ്മുടെ ഫംഗ്ഷൻ. അത് കൊടുത്തില്ലെങ്കിലും ശരിക്കും പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അത് വെറുതെ അനാവശ്യമായ കോംപ്ലിക്കേഷനാണ് വരുന്നത്. അപ്പോൾ ഞാനത് അൺഡു ചെയ്യട്ടെ, നിങ്ങൾക്ക് പണി സിമ്പിളാവും, നിങ്ങൾ ഓവർ കോംപ്ലിക്കേഷൻ ചെയ്യേണ്ട. ഓക്കെ, ഇവിടെയാണ് ടേണിംഗ് പോയിൻ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അതിനുവേണ്ടി സൂം ഔട്ടൊക്കെ ചെയ്ത് ഇറക്കിയൊന്ന് നോക്കുക, എവിടെയെങ്കിലും ഒരു വളവും തിരിവൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇതെന്താണ് ചെയ്യേണ്ടത്, യൂസ് ടു ഇൻപുട്ട് ഇത് ഡെറിവേറ്റീവ് ഓഫ് ഇത് മൊത്തം ചെയ്യേണ്ട ആവശ്യമുണ്ട്, വേണ്ട f' എന്ന് അടിച്ചാൽ കഴിഞ്ഞ് വേണി f' കഴിഞ്ഞു. അതിൻ്റെ f' കിട്ടി. കളറൊന്ന് നമുക്ക് മാറ്റാം, കളറൊന്ന് റെഡ് ആക്കാം. അയ്യോ റെഡ് വേണ്ട, പച്ചയാക്കാം. ഈ പച്ച വേണ്ട, ഈ പച്ച, ഇതെന്ത് കളർ അത്, ബ്ലാക്ക് ആക്കാം. ഓക്കെ, റെഡി. f' കിട്ടി. ഇനി എന്താണ്, ഡ്രോ ദ ഗ്രാഫ് ഓഫ് f', ഫൈൻഡ് ദ പോയിന്റ് ഓഫ് a and b at which the above graph meets the x axis. മക്കളെ ഈ ഡെറിവേറ്റീവ് f ഇവിടെ കട്ട് ചെയ്യുന്ന വാല്യൂ മനസ്സിലാക്കിയ ഏതൊക്കെയാണ് പോയിന്റ്സ്, ഡെറിവേറ്റീവ് x ആക്സിസ് കട്ട് ചെയ്യുന്ന പോയിന്റ് എയും ബിയും ആക്കാം. ഇതാ ഈ പോയിന്റ് എയും ഈ പോയിന്റ് ബിയും. ഓക്കെ, ഒന്ന് സൂമൊക്കെ ചെയ്ത് നന്നായിട്ട് നോക്കുക. 2,0 3,0. ഓക്കെ, 2,0 3,0. നിങ്ങൾ ടീച്ചറായപ്പോൾ പറയായിരിക്കും അതിൻ്റെ കോർഡിനേറ്റ്സ് കാണിച്ചത്. അപ്പോൾ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് പോവുക, ഇവിടേക്ക് ഫസ്റ്റ് ആൽജിബ്ര ബേസിക്കിലേക്ക് വരിക, നമ്മുടെ നെയിം ആൻഡ് വാല്യൂസ്, ആൻഡ് ഇവനെ നെക്കിയിട്ട് നെയിം ആൻഡ് വാല്യൂസ്. ഇവനെ നെക്കിയില്ല, ഞാൻ ഇവിടെ നിൽക്കുക മതിയോ, ഇവിടെ നിൽക്കാം. ഓക്കെ, നെയിം ആൻഡ് വാല്യൂ. ഓക്കെ, നെയിം ആൻഡ് വാല്യൂ കിട്ടി. ഓക്കെ, ബ്യൂട്ടിഫുൾ, അത് കിട്ടി. അപ്പോൾ 2,0 3,0 അത് കഴിഞ്ഞു. ഫൈൻഡ് f of 1
എഫ് ഓഫ് 5. എന്തുകൊണ്ട് എഫ് ഓഫ് 1 എഫ് ഓഫ് 5 കണ്ടുപിടിക്കാൻ പറഞ്ഞത്? നമുക്കൊരു ക്ലോസ്ഡ് ഇൻ്റർവെൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ആബ്സല്യൂട്ട് മാക്സിമം ആബ്സല്യൂട്ട് മിനിമം കണ്ടുപിടിക്കുക. ആ ഇൻ്റർവെല്ലിലെ എൻഡ് പോയിന്റ്സ് നോക്കണം, കാരണം അവിടെ ഡിഫറൻഷ്യബിൾ അല്ല ഫംഗ്ഷൻ. അപ്പോൾ എഫ് ഓഫ് 1 എഫ് ഓഫ് 5 കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, വെറുതെ എഫ് ഓഫ് 1 അടിക്കുന്ന ഒരു നമ്പർ കിട്ടി, അതാണ് ഫസ്റ്റ് എ. എഫ് ഓഫ് 5 അടിക്കുന്നത്. അപ്പോൾ എൻ പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എക്സ് എ എന്നുള്ളതിൻ്റെ എക്സ് കോർഡിനേറ്റ് 2 ആണ്, ബി എന്നുള്ളതിൻ്റെ എക്സ് കോർഡിനേറ്റ് 3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ 2 3 എടുത്തതിന് വരെ എഫ് ഓഫ് എക്സ് ഓഫ് എ, ഓക്കെ, അങ്ങനെ ഇട്ടു. ആൻഡ് എഫ് ഓഫ് എക്സ് ഓഫ് ബി. ഓക്കെ, അപ്പോൾ ബേസിക്കലി നിങ്ങൾ നോക്കുക, ഈ വാല്യൂസ് നോക്കിയാൽ 24 56 ഇത് 4 കമ്പയർ ചെയ്യുക. ഏറ്റവും വലിയ വാല്യൂ ഇതാ ബി. അപ്പോൾ മാക്സിമം എവിടെയാണ് നടക്കുന്നത്? ആ വാല്യൂ നോക്കിയാൽ 5 ഫംഗ്ഷൻ 5 മാക്സിമം. ഓക്കെ, അപ്പോൾ ആബ്സല്യൂട്ട് മിനിമം ഫംഗ്ഷൻ എവിടെയാണ്? മാക്സിമം 5 ഓക്കെ, അത് കിട്ടി. ഇത് ഏറ്റവും ചെറിയ വാല്യൂ ചെയ്ത 24, അത് എവിടെയാണ്? എഫ് ഓഫ് 1 അപ്പോൾ അവിടെയാണ് ആബ്സല്യൂട്ട് മിനിമം. ഇത് നമ്മൾ കണ്ടുപിടിച്ച രണ്ടും എന്താണ്? വെറുതെ രണ്ടും അല്ല ബേസിക്കലി. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഹയസ്റ്റ് അമൗണ്ട് ദിസ് ഇസ് ദ ആബ്സല്യൂട്ട് വാല്യൂ, ഹയസ്റ്റ് ലോവസ്റ്റ് ഇസ് ദ ലീസ്റ്റ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച പോയിന്റ്സ് അല്ല ബേസിക്കലി 1 ഉം 5 തന്നെയാണ് മിനിമം മാക്സിമം വരുന്നത്. ഓക്കെ, സെയിം സംഭവം എന്താണ് 3 ഇതിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമുക്ക് എന്താ ഈ ക്വസ്റ്റൻ ഒന്ന് വേഗം ചെയ്യാം, എന്നിട്ട് നമുക്ക് എക്സാം ക്വസ്റ്റനിലേക്ക് പോകാം. ഓക്കെ, ഈ സാധനം ടൈപ്പ് ചെയ്യാൻ തന്നെ എനിക്ക് 2 വർഷം എടുക്കുമായിരിക്കും, നല്ല നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്താണ് നമുക്കൊന്ന് 3x⁴ - 8x³ 3x⁴ അടിപൊളി 3x⁴ - 8x³ പ്ലസ് 12x². എൻ്റെ കീബോർഡ് വർക്കിംഗ് ഇല്ലെന്ന് തോന്നുന്നു, ഒരു സെക്കൻഡ്. ഓക്കെ, പ്ലസ് 12x². ഓക്കെ, പിന്നെന്താണ് വരുന്നത്? പ്ലസ് 12x² - 48x + 25. അയ്യോ, -48x പ്ലസ് 12 അല്ലേ, പ്ലസ് 24 അല്ലേ? ഷോർട്ട് മെമ്മറി പ്രശ്നമുണ്ടോ എന്ന് ചെറിയ സംശയം. പ്ലസ് 25. ഓക്കെ, റെഡി. അപ്പോൾ ഒന്നുകൂടി ചെക്ക് ചെയ്തോ മക്കളെ. 3x⁴ - 8x³ പ്ലസ് 12x² പോയി അടിപൊളി. പ്ലസ് 12x². ഓക്കെ, ഇനി ഒന്നുകൂടി ഞാൻ ചെക്ക് ചെയ്യട്ടെ. 3x⁴ - 8x³ പ്ലസ് 12x² - 48x പ്ലസ് 25 ഇൻ 0 to 3. അതും കൂടി ഞാൻ ടൈപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? വളരെ സിമ്പിൾ. എഫ് ഡാഷ് ഒറ്റ ഒരു ലൈൻ അടിക്കുന്നു, കഴിഞ്ഞു. എഫ് ഡാഷ് അടിച്ചു. ഇനി എന്താണ് നമ്മുടെ എൻ പോയിന്റ്സ്? എന്താണ് മക്കളെ? എഫ് ഓഫ് 0 എഫ് ഓഫ് 3 ഓക്കെ, എഫ് ഓഫ് 3 അവർ തന്ന എൻ പോയിന്റ്സ്. ഓക്കെ, ഫംഗ്ഷൻ അവർ തന്നത് 0 to 3 തന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. റെഡ് ലൈൻ എക്സ് ആക്സിന് ഒരു പ്രാവശ്യം ടച്ച് ചെയ്യുന്നുള്ളൂ, അത് ഇവിടെയാണ് കേട്ടോ. ഇവിടെയാണ് ഫംഗ്ഷൻ ടച്ച് ചെയ്യുന്നത്. ആ പോയിന്റ് എന്ന് വെറുതെ നോട്ട് ചെയ്തേ. ഓക്കെ, 2,0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എഫ് ഓഫ് എക്സ് ഓഫ് എ. അപ്പോൾ എ എന്നുള്ള പോയിന്റ് എക്സ് കോർഡിനേറ്റ് ഞാൻ കൊണ്ടുപോയിട്ട് ഫംഗ്ഷനിൽ ഇടുന്നു, വിച്ച് ഇസ് -39. ഇനി നിങ്ങൾ കണ്ടുപിടിക്കുക, ഇത് ഏറ്റവും മാക്സിമം വാല്യൂ ഏതാ? ആബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയുമ്പോൾ 25, ആബ്സല്യൂട്ട് മിനിമം എന്ന് പറയുമ്പോൾ -39 കഴിഞ്ഞു. ഓക്കെ, അത് നമ്മൾ അതിലേറ്റവും വലിയ വാല്യൂ, ഏറ്റവും ചെറിയ വാല്യൂ. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച എ പോയിന്റിൽ 2 മിനിമ നടക്കുന്നത്. ഓക്കെ, ആബ്സല്യൂട്ട് മിനിമ. ഓക്കെ, ഒരു സെക്കൻഡ് ഞാൻ കാണിച്ചില്ല. അത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. താഴെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. ഇവിടെ -39. ഓക്കെ, അതാണ് മിനിമം. മാക്സിമം ആബ്സല്യൂട്ട് മിനിമം മാക്സിമം എത്ര? 25. അത് എത്രയാണ്? നമ്മുടെ ഫസ്റ്റ് പോയിന്റ് 0 തോന്നുന്നു. ഓക്കെ, അത് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മനസ്സിലാവും. എഫ് ഓഫ് 0 ഓക്കെ, കഴിഞ്ഞു. അതോടെ ഇത് കഴിഞ്ഞു. നിങ്ങൾക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. എനിക്കൊന്ന് ഇനി നമുക്ക് ലാബിൽ PYQ ചെയ്യാം. 2024 ക്വസ്റ്റ്യൻ വേഗം ചെയ്യാം മക്കളെ. ഓക്കെ, റെഡി. എന്താണ് ക്വസ്റ്റ്യൻ? ഡ്രോ ദ ഗ്രാഫ് എഫ് ഓഫ് എക്സ്. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പം നമുക്ക് ന്യൂ വിൻഡോ എടുക്കാം. ഓക്കെ, ന്യൂ എടുക്കുന്നു. 8x³ - 12x². അത്ര എഴുതാം അല്ലേ? 8x³ - 12x² പ്ലസ് ഓർ -7. എന്തൊരു 7 ഉണ്ടായിരുന്നു? പ്ലസ് കറക്റ്റ് കിട്ടി. ഓക്കെ, 12x² 8x കറക്റ്റ് ചെക്ക് ചെയ്ത് കേട്ടോ മക്കളെ. എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ മറന്നു. ഒബ്സർവ് ദി ഗ്രാഫ്, ഫൈൻഡ് ദ ലോക്കൽ മാക്സിമം. മക്കളെ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഏതാ? ലോക്കൽ മാക്സിമം ഈ പോയിന്റും ലോക്കൽ മിനിമം ഈ പോയിന്റാണെന്ന് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓൾസോ ഫൈൻഡ് ദ ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം വാല്യൂസ്. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇതിൽ ബേസിക്കലി നിങ്ങൾക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്യാം, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്യാം. 2 മാർക്കിനല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് തന്നെ എഫ് ഡാഷ് വരയ്ക്കുന്നു.
എഫ് ഡാഷ് വരയ്ക്കുന്നു. എഫ് ഡാഷ് വരച്ചിട്ട് ഞാൻ അവൻ എക്സ് ആക്സിൽ ടച്ച് ചെയ്യുന്ന പോയിൻറ്റ്സ് ഇവനുമാണ്. ഓക്കെ, അപ്പോൾ 0 ഉം 1 ഉം ആണ്. ഓക്കെ, കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എഫിൽ കൊണ്ടിട്ട് എൻ്റെ എക്സ് പോയിൻ്റ് ഇടാൻ പോവാം. എൻ്റെ എക്സ് പോയിൻറ്റും എഫിൽ കൊണ്ടിട്ട് എൻ്റെ ബീൻ്റെ എക്സ് പോയിൻ്റ് ഇടാൻ പോവാം. ഓക്കെ, അതൊക്കെയാണ് നമ്മുടെ എക്സ് ആക്സിൽ ടച്ച് ചെയ്യുന്നത്. ഈ എയിലുള്ള 1 ഉം എയിലുള്ള 0 ഉം ബിയിലുള്ള 1 ഉം കൊണ്ടിട്ട് ഞാൻ ഫംഗ്ഷനിൽ കൊണ്ടിടും. അപ്പോൾ എനിക്ക് 7 ഉം 3 ഉം കിട്ടി. 7 ഉം 3 ലാണ് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഉണ്ടാവേണ്ടത്. ഓക്കെ, ഞാൻ ആ ഗ്രാഫ് ആയിട്ട് ചെയ്തു. ഇനി അത് ലോക്കൽ മാക്സിമം ആണോ ലോക്കൽ മിനിമം ആണോ എൻ്റെ കണ്ണ് നോക്കിയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ഡബിൾ ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, എഫ് ഡബിൾ ഡാഷ് വരയ്ക്കുന്നു. ഓക്കെ, ഇനി എഫ് ഡബിൾ ഡാഷിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു, എക്സ് ഓഫ് എ ഇടുന്നു. ഓക്കെ, എക്സ് ഓഫ് എ, ആ പോയിന്റ് എനിക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടി. അപ്പം എയിൽ എനിക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടിയതുകൊണ്ട് എനിക്ക് പറയാം ഇതെന്താണ്, ഇത് മാക്സിമയാണ്. ഓക്കെ, മാക്സിമയാണ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് നിങ്ങൾ കണ്ണു തുറന്ന് നോക്കിയാൽ മനസ്സിലാവും, ഇതാ ലോക്കൽ മാക്സിമയാണ്. ഓക്കെ, ഇത് മാക്സിമയാണ്. ഇവിടെ മിനിമയാണെന്ന് കണ്ടാൽ മനസ്സിലായി. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡബിൾ ഡെറിവേറ്റീവ് കൊണ്ടിടുന്നു എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഓഫ് ബി. അപ്പോൾ എനിക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടിയോണ്ട് എനിക്ക് പറയാം ഓപ്പോസിറ്റ് ആണ്, എന്താണ്, മിനിമയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നിങ്ങളുടെ ആൻസർ കീയിൽ ഉണ്ടാവേണ്ടത്. ലോക്കൽ മിനിമ അറ്റ് എക്സ് ഈക്വൽ ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, ആൻഡ് ഫംഗ്ഷൻ വാല്യൂ എത്രയാണ്, ലോക്കൽ മാക്സിമം എത്രയാണ്, 7. ലോക്കൽ മിനിമ അറ്റ് എക്സ് ഈക്വൽ ടു 1 ആൻഡ് ലോക്കൽ മിനിമം എത്രയാണ്, മിനിമം ഈ പോയിന്റ് എത്രയാണ് മക്കളെ, 3. ഓക്കെ, അപ്പം ഇത് 0ലാണ് മാക്സിമം നടക്കുന്നത്, അത് 7 ആണ് വാല്യൂ. 1ലാണ് മിനിമം വാല്യൂ നടക്കുന്നത്, അതിൻ്റെ മിനിമം വാല്യൂ 3 ആണ്. ഓക്കെ, അതാണ് നിങ്ങൾ ആൻസർ കീയിൽ എഴുതേണ്ടത്. ഓക്കെ, റെഡി, അത് നമ്മൾ കണ്ടുപിടിച്ചു. ഫൈൻ ചെയ്താൽ നമുക്ക് ബേസിക്കലി അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഈ സെയിം സ്റ്റെപ്സ് തന്നെ ബേസിക്കലി ചെയ്യേണ്ടത്. ഇത്രയും സ്റ്റെപ്സ് ചെയ്യാതെ വേണം ഫസ്റ്റ് ചെയ്യാൻ പറ്റും. ഡ്രോ ദ ഗ്രാഫ് എഫ് ഡാഷ്, പ്ലോട്ട് ദ പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ, ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമ എല്ലാം കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേതാ, ഏത് ക്യൂബ് ഏതെടുക്കേണ്ടത്, ഏത് വേണം എടുക്കാം. ഓക്കെ, അപ്പോൾ അത് തന്നെ തുടങ്ങാം. 2x³ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലേ. 2x³ 9x², 2x³ പ്ലസ് 9x². ഓക്കെ, -24x -24x -5. ഒന്ന് ചെക്ക് ചെയ്ത മക്കളെ, 2x³ പ്ലസ് 9x² -24x -5. ഓക്കെ, റെഡി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, വെറുതെ വേഗം എഫ് ഡാഷും എഫ് ഡബിൾ ഡാഷും വരയ്ക്കുന്നു. എല്ലാം കൂടി കാണണ്ട, ഞാൻ എഫ് ഡാഷ് നോക്കുന്നു. എഫ് ഡാഷ് എക്സ് ഇതാണ് ലൈന്, അത് എക്സ് ആക്സിസിനെ ഒരു സ്ഥലത്ത് ടച്ച് ചെയ്യുന്നുള്ളൂ. നല്ല കാര്യം, അത് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ ടീച്ചർ പറയുകയാണ് അതിൻ്റെ ഇത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് കാണണമെങ്കിൽ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് പോവുക, ലേബിളിൽ നെയിം ആൻഡ് വാല്യൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെയാണ് എന്തോ നടക്കുക. അപ്പോൾ ഞാൻ ഇനി ഈ ഗ്രാഫ് ഒഴിവാക്കാൻ നമുക്ക് ആവശ്യമില്ല. ഇനി ഞാൻ കൊണ്ടുവരുന്ന എഫിൽ കൊണ്ടുപോയിട്ട് ഫംഗ്ഷനിൽ കൊണ്ടിട്ട് ഈ എക്സ് ഓഫ് എ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ 1 കൊണ്ടേ കൊടുത്ത് എനിക്ക് -18 കിട്ടി. -18 നിങ്ങൾക്ക് കണ്ണുള്ളവർക്ക് നോക്കി മനസ്സിലാവുന്നതാണ്. ഇവിടെ മിനിമയാണ് നടക്കുന്നത് അല്ലേ, ലോക്കൽ മിനിമയാണ്. ലോക്കൽ മാക്സിമം എവിടെയാണ്, ലോക്കൽ മാക്സിമം ഇവിടെ ഉണ്ടല്ലോ, അതെന്താ കിട്ടാത്തത്. നമ്മുടെ ഈ ഗ്രാഫ് എഫ് ഡാഷ് ശരിക്കും പറഞ്ഞാൽ ഇവിടെയും ടച്ച് ചെയ്യുന്നുണ്ട്. അത് നോക്കണം കേട്ടോ, ഇവിടെയും ടച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെയായിരുന്നല്ലോ ക്വസ്റ്റ്യൻ കണ്ടത്, അപ്പോൾ അവിടെ മാത്രമേ, ഇപ്പോൾ ഇവിടെയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പോയിന്റും കൂടി കണ്ടുപിടിക്കാം. ടടാ. ഓക്കെ, അപ്പം ഇനി എക്സ് ഓഫ് എഫിൽ കൊണ്ടിട്ട് എക്സ് ഓഫ് ബിയും കണ്ടുപിടിക്കണം, എക്സ് ഓഫ് ബി. ഓക്കെ, അപ്പം മക്കളെ ഇതെന്താണ്, ഇത് മിനിമം വാല്യൂ ആണ്. ഇത് ഫംഗ്ഷൻ കൊണ്ടിട്ട് ഇപ്പോൾ -18 ആണ്, ഇത് 107 ആണ്. അപ്പോൾ എനിക്ക് മിനിമം മാക്സിമം കിട്ടി, ലോക്കൽ മിനിമം ലോക്കൽ മാക്സിമം കിട്ടി. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കണ്ടുപിടിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, എഫ് ഡബിൾ ഡാഷിൽ കൊണ്ടുപോയിട്ട് എന്താണ് എക്സ് ഓഫ് എ കിട്ടണം. ഓക്കെ, അപ്പോൾ എനിക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടിയാൽ മാക്സിമം പോസിറ്റീവ് വാല്യൂ കിട്ടി. അപ്പം എ എന്നുള്ള പോയിന്റിൽ ശ്രദ്ധിച്ചോ, എ എന്നുള്ള പോയിന്റിൽ ഡബിൾ ഡെറിവേറ്റീവ് പോസിറ്റീവാണ്. അപ്പോൾ എനിക്ക് അവിടെ മിനിമം വാല്യൂ, അപ്പോൾ ഇതെന്താണ്, ഇത് മിനിമം വാല്യൂ ആണ്. ഓക്കെ, അത് കണ്ടാൽ മനസ്സിലാവും. എന്നാൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഓഫ് ബി, അപ്പോൾ ഡബിൾ ഡാഷ്, അപ്പോൾ ബിയിൽ എനിക്ക് എന്താണ് ഡബിൾ ഡെറിവേറ്റീവ് ടെസ്റ്റിൽ നെഗറ്റീവാണ് കിട്ടിയത്. അപ്പോൾ ബിയിൽ എനിക്ക് മാക്സിമം വാല്യൂ കിട്ടുന്നത്, ആ മാക്സിമം വാല്യൂ എത്ര, 107. ഓക്കെ, കഴിഞ്ഞു. അത്രയുള്ള സംഭവം. ഫൈൻഡ് ദ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം വാല്യൂസ് കണ്ടുപിടിച്ചു, ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കണ്ടുപിടിച്ചു. ഓക്കെ, ഇത്രയുള്ള സംഭവം അടിപൊളിയായിട്ട് സെറ്റായി. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ആബ്സല്യൂട്ട് ഫംഗ്ഷൻ, ആബ്സല്യൂട്ട് മാക്സിമം ആബ്സല്യൂട്ട് മിനിമം. ഓക്കെ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ്, ഫൈൻഡ് ഇറ്റ്സ് ആബ്സല്യൂട്ട് മാക്സിമം ആബ്സല്യൂട്ട് മിനിമം. സെയിം ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത് ബേസിക്കലി. ഓക്കെ, നമുക്കൊന്ന് ന്യൂ ആക്കാം. സെയിം സംഭവമാണ്, ആകെ ആ എൻഡ് പോയിൻറ്റ്സും കൂടി ചെക്ക് ചെയ്യുക, എത്രയുള്ള സംഭവം. ഓക്കെ, അപ്പം നമ്മൾ വരച്ച് സെയിം ക്വസ്റ്റ്യൻ ആണോ, അല്ല നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ബേസിക്കലി എന്താണ്, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. 2x³
minus 3x square minus 3x square minus 72x plus 5 minus 72x plus 5 minus 72x plus 5. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നമ്മൾ 2x cube minus 3x square minus 72x plus 5 in minus 2 2. അപ്പോൾ അതിന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പരിപാടി എന്താണ്, ആ എൻ പോയിൻറ്റ്സ് ഇടുക, -2 f of -2 ഇടുക, f of 2 ഇടുക. ഓക്കെ, രണ്ട് ഇത് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്യുക. എഫ് ഡാഷ് ഇടുന്നു. എഫ് ഡാഷ് എവിടേക്കാണ് മക്കളെ എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്നത്, ഇവിടെ ഈ പോയിൻറ്റും ഈ പോയിൻറ്റും. ഓക്കെ, ആ രണ്ട് പോയിൻ്റ് കിട്ടി. വേണമെങ്കിൽ അത് പോയിൻറ്റ്സ് ഒന്ന് കാണിച്ചു തരാം. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ, അയ്യോ, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ വരിക, നെയിം ആൻഡ് വാല്യൂ, ഇവനെ ക്ലിക്ക് ചെയ്യുക, നെയിം ആൻഡ് വാല്യൂ. ഓക്കെ, നെയിം ആൻഡ് വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എ ബി എന്നുള്ള രണ്ട് പോയിൻ്റ് ഇട്ട് രണ്ടെണ്ണം ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അവനെ ഹൈഡ് ചെയ്യാം. ഇനി ആ സെക്കൻഡ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് വേണ്ട. ഇനി ഞാൻ കൊണ്ടിട്ട് ആ വാല്യൂ കൊണ്ട് ഇടുന്നതിന് പകരം ശരിക്കും പറഞ്ഞാൽ ഇടാം, ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വേണ്ട. ഓക്കെ, വെറുതെ ആവശ്യമില്ല. ഇനി നമുക്ക് കിട്ടി ഈ രണ്ട് പോയിന്റ്. അപ്പം നമുക്ക് എൻഡ് പോയിന്റ്സ് ഇട്ട് നമ്മൾ നോക്കി. ഇനി ഈ രണ്ട് പോയിന്റ് ഇട്ട് നോക്കി. അങ്ങനെ പറയുമ്പം വെറുതെ ആ -3 4 എഫിൽ കൊണ്ട് ഇടരുത്, എഫ് ഓഫ് എക്സ് ഓഫ് എ അങ്ങനെ ഇടണം. ഓക്കെ, എഫ് ഓഫ് എക്സ് ഓഫ് ബി. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എ ബി സി ഡി എന്ന് പറഞ്ഞാൽ കുഞ്ഞു ലെറ്റർ ഉണ്ടോ, അതിൽ എത്ര വാല്യൂസ് ഉണ്ട്, ഞാൻ ഇവിടെ കൊണ്ട് ഇടാം. കാണാം, അങ്ങനെ മാറ്റാൻ പറ്റൂലേ. ഓക്കെ, എ 121, ബി 135. ഏറ്റവും ആബ്സല്യൂട്ട് മിനിമം എത്രയാണ്, ആബ്സല്യൂട്ട് മിനിമം -203. അത് എത്രയാണ്, ബി പോയിന്റിൽ, ബിയിൽ. അപ്പോൾ 4ലാണ് ആബ്സല്യൂട്ട് മിനിമം എത്രയാണ്, -203. ഓക്കെ, ഏറ്റവും വലിയ വാല്യൂ എത്രയാണ്, 140 എന്നത് ഏറ്റവും വലിയ വാല്യൂ അല്ലേ. ഏറ്റവും വലിയ വാല്യൂ 140 ആണ്. അതെവിടെയാണ്, എയിലാണ്. അപ്പം അറ്റ് എക്സ് ഈക്വൽ ടു -3ലാണ് മാക്സിമം നടക്കുന്നത്, അത് 140. ഇനി നിങ്ങളൊന്ന് സൂം ഔട്ട് ചെയ്യുക, 4 പ്രാവശ്യം സൂം ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാ. അയ്യോ, അതാ മാക്സിമം എവിടെയാണ്, 140 എന്തോ ആണ്. ഇവിടെ നിന്ന് മിനിമം എന്താണ്, 203 -203 കഴിഞ്ഞു. അപ്പോൾ അത്രയുള്ളൂ നിങ്ങൾ കണ്ടുപിടിക്കാനുള്ളത്. ആ ഇതിൽ കണ്ടുപിടിച്ചു, ഇത്രയുള്ള സംഭവം. ഓക്കെ, അതോടെ നിങ്ങളുടെ ലോക്കൽ മിനിമം, ലോക്കൽ മാക്സിമ ആൻഡ് ഇത് കഴിഞ്ഞു. അതേപോലെ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അതോടെ നമ്മൾ ഇത് കഴിഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലാബ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ 30, 32, 34 ഒക്കെ ചെയ്തത് നിങ്ങളുടെ ലാബ് ആക്ടിവിറ്റി കമൻറ്റ് കണ്ടിട്ടാണ്. ലൈക്ക് ചെയ്യാൻ മറക്കരുത് മക്കളെ, ഷെയർ ചെയ്യുക. കാരണം ഇത് സിമ്പിൾ പരിപാടിയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, എക്സാമിന് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത് അടിപൊളി മാർക്സ് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് വേഗം ജോയിൻ ചെയ്യാം. ഇപ്പോഴും അഡ്മിഷൻസ് ഓപ്പൺ ആണ്, വേഗം ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ അടിപൊളിയായിട്ട് പഠിക്കുക അവിടെ. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണ്, ഡെഫിനറ്റ് ഇൻഡിക്കൽ 32. അത് തന്നെ 32 കഴിഞ്ഞാൽ 34 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് 32 സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ള ലാബ് 32 ഡെഫിനറ്റ് ഇൻഡിക്കൽസ്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ് ഇൻഡിക്കൽസ് കുറച്ചെങ്കിലും പഠിച്ചിട്ട് വരണം. ഓക്കെ, ആ 7th ചാപ്റ്ററിൽ ലാസ്റ്റ് അറ്റ്ലീസ്റ്റ് ആ പ്രോപ്പർട്ടീസ് എങ്കിലും. കാരണം ഈ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവസാനം ഇവർ ഉദ്ദേശിക്കുന്നത് ഏത് പ്രോപ്പർട്ടിയാണ് ഇതിലൂടെ പ്രൂവ് ആവുന്നത്. ഞാൻ നിങ്ങളുടെ ഇതിൽ ആൻസർ കീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയുന്ന പ്രോപ്പർട്ടീസ് തന്നെ. അപ്പോൾ എന്താ അതിൽ കാണിക്കുന്നത് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല, കുറേ സ്കൂളുകൾ എടുത്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് 34ലേക്ക് പോയി കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ബാക്കി ഇതൊക്കെ വേണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ജിയോജിബ്ര ചേട്ടനെ നമ്മൾ എടുക്കുന്നു, കൺട്രോൾ എം നിൽക്കുന്നു, സെൻട്രലാക്കുന്നു. ഡ്രോ ദ ഫംഗ്ഷൻ റൂട്ട് ഓഫ് എക്സ്. റൂട്ട് എന്ന് പറയുമ്പോൾ SQRT, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്. ഓക്കെ, SQRT വരച്ചു. എന്നിട്ട് എന്താ പറയുന്നത്, ബേസിക്കലി 3 സ്ലൈഡർ ABC ഉണ്ടാക്കണം. മിനിമം -10, മാക്സിമം 10, ഇൻക്രിമെൻറ്റ് 0.1. അപ്പോൾ ABC ഉണ്ടാക്കണം. എന്നിട്ട് നമ്മളെന്താ വാല്യൂ ഇങ്ങനെ ആക്കണം, എയും ബിൻ്റെ ഇടയ്ക്കായിരിക്കണം C. ഓക്കെ, അപ്പോൾ ബേസിക്കലി സെയിം നമ്പർ കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്ലൈഡേഴ്സ് ഇവിടേക്ക് വരാം. സ്ലൈഡർ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ആദ്യം A തന്നെ ആയിക്കോളും, -10, 10, ഇൻക്രിമെൻറ്റ് 0.1. ഓക്കെ നിൽക്കുക. ഓക്കെ, A. B കൊടുക്കുക, തന്നെ B എന്ന പേര് ഇവിടെ എടുത്തത്. ഓക്കെ, -10, 10, 0.1. ഓക്കെ, അപ്പോൾ B കിട്ടി. ആൻഡ് C എന്താണ്, C തന്നെ വന്നു. ഓക്കെ, പിന്നെ എന്താണ്, -10, 10 ആൻഡ് 0.1 ഇൻക്രിമെൻറ്റ്. ഓക്കെ, ഇനി ബേസിക്കലി എന്താണ് അവർ പറഞ്ഞത്, എയും ബിൻ്റെ ഇടയ്ക്ക് C ആക്കണം. അപ്പോൾ A ഒരു ചെറിയ വാല്യൂ 0 കൊടുക്കുക. ഇവരെന്താ കൊടുത്തത്, 1 കൊടുത്തു. അപ്പോൾ A നമുക്ക് 1 കൊടുക്കുക. ഓക്കെ, B എന്താണ്, നമുക്ക് 7 കൊടുക്കുക. ഈ ഫോട്ടോയിൽ കാണിച്ച പോലെ ഒന്ന് കാണിക്കുക. ഓക്കെ, B 7 കൊടുക്കുക. C അതിൻ്റെ ഇടയ്ക്കുള്ളൊരു നമ്പർ ആയാൽ മതി. ഓക്കെ, C എന്ന് പറയുമ്പോൾ അതിനെ നടുക്കിൽ മുറിക്കുന്ന ഒരു നമ്പർ ആയിരിക്കണം. അപ്പോൾ 3. ഓക്കെ, ഓക്കെ 3 ഏത് നമ്പർ വേണം കൊടുത്തു. ഓക്കെ, യൂസിങ് ദ ഇൻപുട്ട് കമൻറ്റ് ഇൻറ്റഗ്രൽ ഓഫ് ഫംഗ്ഷൻ ഫ്രം A to B. അപ്പോൾ എഫിൻ്റെ, അപ്പോൾ ഇൻറ്റഗ്രൽ FAB. AB എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ എവിടെ മുതൽ എവിടെ വരെ. ഓക്കെ, അപ്പോൾ എയിൽ നിന്ന് B വരെയുള്ള ഇൻറ്റഗ്രലാണ് ഈ D എന്ന് പറഞ്ഞ ഈ ലെറ്റർ. നോക്കി, അപ്പോൾ 7.68 ആണ് അതിൻ്റെ ഏരിയ. ഓക്കെ, നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഇൻറ്റഗ്രൽ അറിയാമല്ലോ അല്ലേ. റെഡി, സ്ലൈഡർ ബട്ടൺ മാറ്റട്ടെ. ഓക്കെ, അത് കിട്ടി. ഇനി അത് B ഞാൻ മാറ്റുന്നതനുസരിച്ച് ഇത് മാറും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ 7 കൊടുക്കുന്നതുകൊണ്ട് 7 വരെയുള്ള ഏരിയ കിട്ടി. ഓക്കെ, ആ ഏരിയ ആണ് നോട്ട് ചെയ്യാൻ പറയുന്നത്. ഇതൊക്കെ പൊതുവെ എക്സാമിന് ചോദിക്കും നമ്പർ എത്രയാണ്. ഓക്കെ,
ഈ ഇൻ്റഗ്രൽ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ ഇൻ്റഗ്രൽ എ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ എന്ന് ഇടാൻ പറഞ്ഞു അവർ. ഓക്കെ, ക്യാപിറ്റൽ എ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ഇട്ടു. അപ്പോൾ ക്യാപിറ്റൽ എ എന്ന് പറയുമ്പോൾ 11.68 കിട്ടി. ഇവർക്ക് ഇങ്ങനെ 10 കിട്ടിയെന്ന് എനിക്കറിയില്ല. എനിക്കൊന്ന് നമ്പർ മാറിപ്പോയി. 137 അല്ലേ ഇവർ ക്യാപിറ്റൽ FAB. ഓക്കെ, കുഴപ്പമില്ല, എനിക്കൊന്ന് വേറെ എപ്പോഴെങ്കിലും എടുത്തായിരിക്കും. ഓക്കെ, നമുക്ക് വിഷയമില്ല. നമുക്ക് ബി എടുക്കാം. ക്യാപിറ്റൽ ബി എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻ്റഗ്രൽ ഫ്രം A to C. ഇൻ്റഗ്രൽ F ഫ്രം A to C. എന്തോ ഞാൻ ടൈപ്പ് ചെയ്തതിൽ പ്രശ്നമുണ്ട്. ഇൻ്റഗ്രൽ F ഫ്രം A to C. ഒന്നുകൂടി ഞാൻ ടൈപ്പ് ചെയ്യാം. ക്യാപിറ്റൽ B is equal to ഇൻ്റഗ്രൽ F ഫ്രം A to B. ഞാൻ ടൈപ്പ് ചെയ്തതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. A to C ആണോ? A to B, A to C. ഓർമ്മയില്ല ഏതായിരുന്നു. A to C കിട്ടി. ഇതാണ്. അപ്പോൾ കളർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ കളർ മാറ്റാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ ഒരു ഡിഫറെൻറ്റ് കളർ പിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു പച്ച കളർ പിടിക്കാം. ഓക്കെ, അപ്പോൾ B എന്താണെന്ന് പച്ച ഇത് പിടിക്കാം. ഓക്കെ, ഇത് മനസ്സിലായി. ഓക്കെ, നമുക്ക് C എന്തായിരുന്നു? F ഫ്രം C to B. ഓക്കെ, ക്യാപിറ്റൽ C എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ F ഫ്രം C to B. ഇതിലെന്താ ഞാൻ ഇൻ്റഗ്രാക്ക് എന്ന് എഴുതി വെച്ചാൽ ഇൻ്റഗ്രൽ. ഓക്കെ, അപ്പോൾ എൻ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് C കിട്ടി. C ഇവിടെ കാണാൻ പറ്റില്ല. C ഇവിടെ ഉണ്ട്, A ഇവിടെ ഉണ്ട്, ആൻഡ് B ഇവിടെ ഉണ്ട്. ഈ നമ്പേഴ്സ് ഞാൻ താഴെ പിടിച്ചിട്ടു. ഓക്കെ, അപ്പോൾ സീൻ്റെ കളർ വേണമെന്ന് മാറ്റാം. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ഒരു മഞ്ഞ കളർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ സംഭവങ്ങൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ A എന്ന് പറഞ്ഞാൽ എൻ്റെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടി വേണം നമുക്കൊരു ഡാർക്ക് കളർ കൊടുക്കുക, ഒരു ഗ്രേഷ് കൊടുക്കുക. അപ്പം ബാഗിൽ അത് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാണ്. ഒപ്പാസിറ്റിക്ക് ഒന്ന് കൂട്ടി. ഇതാണ് A എന്ന് പറഞ്ഞാൽ മൊത്തം ഏരിയ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ A എന്ന് പറഞ്ഞാൽ മൊത്തം 11.68. ഈ B ഇത് കാണുന്നില്ലല്ലോ. ഐ എം വെരി സോറി ദ മക്കിൾസ്. നമുക്ക് വേണം ഒരു ഡാർക്ക് റെഡ് വേണം, കളർ വായിക്കാൻ പറ്റണമല്ലോ അവസാനം. ഓക്കെ, നോക്കിയേ. ഇപ്പം A എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏരിയ, B എന്ന് പറയുമ്പോൾ ഈ ഏരിയ, C എന്ന് പറയുമ്പോൾ ഈ ഏരിയ. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? അപ്പോൾ നമുക്ക് ഈ ഇൻ്റഗ്രൽസ് ഓരോന്ന് കിട്ടി. ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ A, B ആൻഡ് C. മക്കളെ ക്യാപിറ്റൽ A എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ B പ്ലസ് ക്യാപിറ്റൽ C ആയിരിക്കും കേട്ടോ. 11.68 എന്ന് പറയുമ്പോൾ 8.88 പ്ലസ് 2.8 ആയിരിക്കും. എന്താണല്ലോ ആണ്, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോ. ഓക്കെ, അത് ബേസിക്കലി ആഡ് ചെയ്താൽ കിട്ടും. അപ്പോൾ അതാണ് ഇവർ പറയുന്നത്. അതാണ് ഞാൻ ഇവിടെ പ്രോപ്പർട്ടി ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഒരു ഈ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൊത്തം ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഇൻ്റഗ്രൽ പ്ലസ് ഈ ഇൻ്റഗ്രൽ. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി അത് എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റും. അതാണ്. ഓക്കെ, ഡസ് ദിസ് റിലേഷൻ ഹോൾഡ് ഇഫ് ദ വാല്യൂസ് ഓഫ് C ഇസ് നോട്ട് ഇൻ ബിറ്റ്വീൻ A and B? A and B ഇടയ്ക്ക് അല്ലെങ്കിൽ അത് പറ്റില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അത് നിങ്ങൾ ടീച്ചർ പറഞ്ഞപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ C ഇവിടേക്ക് നോക്കിയാൽ C അതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കിയാൽ 11 മൈനസ് 5.35 വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? സീൻ്റെ ഇടയ്ക്കാവണമെന്നില്ല. ഇടയ്ക്കാകുമ്പോൾ എപ്പോഴും വർക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ C ഇവിടെ കൊടുത്താൽ 6.06 11 ആഡ് ചെയ്താൽ 11.68. ഇങ്ങോട്ട് നീക്കിയാലും കുഴപ്പമില്ല. ഇനി 11 പുറത്താണെങ്കിലോ സിമ്പിൾ നമ്പർ കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ, 20.42 മൈനസ് 8.7 ഏകദേശം ഇതാണ്. ഓക്കെ, അപ്പോൾ അത് വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. അത്രയുള്ള ബേസിക്കലി ഫസ്റ്റ് ഇത് പറയുന്നത്. ഓക്കെ, ആക്ടിവിറ്റി പറയുന്നത്. ഓക്കെ, ഇതാണ് പ്രോപ്പർട്ടീസ്. ഞാൻ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓർത്ത്. പക്ഷേ നമ്മളിപ്പോൾ ചെയ്ത പ്രോപ്പർട്ടി 2 ഉണ്ട്. P2 ആണ് ചെയ്തത്. ഓക്കെ, റെഡി. ഇനി അടുത്തത് ഷിഫ്റ്റിംഗ് ഓഫ് നമ്മുടെ ഇത് ഷിഫ്റ്റിംഗ് ഗ്രാഫിൽ ഷിഫ്റ്റിംഗ് വന്നാൽ ഏരിയ മാറില്ല എന്ന് കാണിക്കുന്ന സംഭവമാണ് ബേസിക്കലി ഇത്. അപ്പോൾ ഞാൻ ഇതിൽ ആവശ്യമില്ല. ഡ്രോ ദ ഫംഗ്ഷൻ റൂട്ട് എക്സ്. C എന്ന് പറഞ്ഞ സ്ലൈഡർ ഉണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള സ്ലൈഡേഴ്സൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഇവന് ആവശ്യമില്ല. നമുക്ക് സമയം മാക്സിമം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇത്രയും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. C എന്നുള്ള സ്ലൈഡർ ഉണ്ട്, റൂട്ട് എക്സ് ഉണ്ട്. ഇനി ഡ്രോ ദ ഗ്രാഫ് G of x എന്താ? F of x minus C. അപ്പോൾ എന്താ? F of x minus C. x minus C വരച്ച് Cനെ നമ്മൾ 0 സെറ്റ് ചെയ്യുന്നു. ഓക്കെ, Cനെ നമ്മൾ 0യിൽ സെറ്റ് ചെയ്തു. 0യിൽ സെറ്റ് ചെയ്യുമ്പോൾ രണ്ടും കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ഗ്രാഫുകൾ രണ്ടും ഒരേപോലെ സെറ്റായി. ഓക്കെ, 0 ഓക്കെ, അപ്പോൾ തൽക്കാലം ഇവിടെ കേട്ടോ. യൂസ് ദി ഇൻ്റഗ്രൽ. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് 0 തന്നെ ആക്കി. 0 ഇൻ്റഗ്രൽ എന്താണ്? F ഫ്രം 1 to 4. ക്യാപിറ്റൽ A is equal to ഇൻ്റഗ്രൽ F ഫ്രം 1 to 4. ഇത് കിട്ടി. 1 to 4 കിട്ടുമ്പോൾ നമുക്ക് 4.67 ഈ സെയിം നമ്പർ കിട്ടി കേട്ടോ. നമ്പർ വേണ്ടി താഴെ കിട്ടോ. ഇനി എന്താണ് ചെയ്യേണ്ടത്? G എന്ന് പറയുമ്പോൾ എന്താ? ഇൻ്റഗ്രൽ B എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ G 1 + C to 4 + C. ഓക്കെ, അപ്പോൾ B എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻ്റഗ്രൽ ഓക്കെ G ഫംഗ്ഷനിൽ ഫ്രം 1 + C 1 മുതൽ C വരെ 1 + C മുതൽ എന്താണ് 4 + C വരെ. ഓക്കെ, അതാണ് പറയുന്നത്. അടിച്ചു. ഓക്കെ, ഇപ്പോൾ C 0 ആയതുകൊണ്ട് ബേസിക്കലി സെയിം ഫംഗ്ഷനിൽ സെയിം ഏരിയ കിട്ടുക. ഫൈൻഡ് ഏരിയ അണ്ടർ ദ കർവ്സ് ബിറ്റ്വീൻ G1 ഇത് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കലി രണ്ടിൻ്റെ ഏരിയ എന്താണ്? B എന്ന് പറയുന്ന ഏരിയ A എന്ന് പറയുന്ന ഏരിയ സെയിം ആണ്, 4.67 ആണ്. ഇനി ഇൻക്രീസ് ദ വാല്യൂ ഓഫ് C ആൻഡ് ഒബ്സർവ് ദ ഗ്രാഫ്. അപ്പോൾ ഞാൻ C-ൻ്റെ വാല്യൂ കൂട്ടുന്നു. C ഞാൻ 1 വരെ ഇടാം. C ഇങ്ങോട്ട്, അപ്പോൾ ഗ്രാഫ് ഇങ്ങോട്ട് നീങ്ങുന്നു. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ആ ലിമിറ്റ് മാറും. ഏരിയ മാറിയോ? ഏരിയ മാറില്ല, 4.67 തന്നെ.
കൂട്ടിയാൽ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലൊക്കെ സെയിം ആണ്, ബേസിക്കലി ഏരിയ മാറുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇതാ നിങ്ങൾക്ക് കളർഫുൾ ആക്കണമെങ്കിൽ ഞാൻ എന്താ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ കളറിനെ കിട്ടണമെങ്കിൽ ഇതാ ഇത് പച്ച കളറ്, ഇത് പച്ച കളറും ഇത് നമുക്കൊരു പർപ്പിൾ കളറിലും പിടിക്കാം. ഓക്കെ, സെയിം ഏരിയ ആണ് രണ്ടിടത്തും വരുന്നത്. ഓക്കെ, 4.6 ആൻഡ് 4.6 എവിടേക്ക് മാറ്റിയാലും. ഓക്കെ, അതാണ് ബേസിക്കലി നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഇനി എന്താണ്, വി നോ ദാറ്റ് ഇത് ഈ പ്രോപ്പർട്ടി പറഞ്ഞാൽ വിത്ത് അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് വി ക്യാൻ ഡിഫൈൻ ഡെഫിനറ്റ് ഇൻറ്റഗ്രൽ എഫ് എൻ സി. ഇത് എഴുതുന്നതിന് ഏത് പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്തത് ബേസിക്കലി എന്താണ് 1+, ഇപ്പോൾ 1 to 4 to 1 ആയിരുന്നു, അല്ലെ 1 to 4 ആണ് വിചാരിക്കുക ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫംഗ്ഷൻ സെയിം സാധനം 1 + 4 - x എഴുതി. ഓക്കെ, 1 + 4 - x നമ്മൾ ആ നമ്പേഴ്സ് ആഡ് ചെയ്ത് കൊടുത്ത് ഈ പ്രോപ്പർട്ടിയാണ് ഇതിൽ നിന്ന് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഏത് പ്രോപ്പർട്ടിയാണ്, ഈ പ്രോപ്പർട്ടിയാണ്, അത്രയുള്ള സംഭവം. നമ്മൾ ആ പ്രോപ്പർട്ടീസ് ഏതാണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത 32.3. ഓക്കെ, ഇതിലേക്ക് വരുന്നു, വീണ്ടും √x വരയ്ക്കാൻ പറയുന്നു, ഇൻറ്റഗ്രൽ വരയ്ക്കാൻ പറയുന്നു, എഫ് ഫ്രം 1 to 4 വരയ്ക്കുന്നു. അത് ഞാൻ ചെയ്തു. ഫൈൻഡ് ദി ഏരിയ, അത് നമ്മൾ ചെയ്തു. 4.6 ഇതൊക്കെ നമ്മൾ ചെയ്താണ്. ഇനി ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, അപ്പോൾ ജി എന്നുള്ള ഫംഗ്ഷൻ ഞാൻ എന്താ ഇത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ജി എന്നുള്ള ഫംഗ്ഷൻ പറഞ്ഞിട്ട് എന്താണ് f(x - c) അല്ല f(-x) ആയിരിക്കും. ഓക്കെ, f(-x). ഓക്കെ, അപ്പോൾ എൻ്റെ ഇങ്ങനെ റിഫ്ലക്ഷൻ കിട്ടി. ഇതാണ് എനിക്ക് എൻ്റെ റിഫ്ലക്ഷൻ കിട്ടിയത്. ഓക്കെ, റിഫ്ലക്ഷൻ കിട്ടിയിരിക്കുന്നത്. ഇനി വാട്ട് ഷുഡ് ബി ദ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ്. അപ്പോൾ നോക്കിയാൽ മക്കളെ, ജീൻ്റെ ഈ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ജീൻ്റെ ഫംഗ്ഷനിൽ ഇൻറ്റഗ്രൽ എന്തായിരിക്കണം, സോ ദാറ്റ് സെയിം ഏരിയ കിട്ടണം. മക്കളെ നിങ്ങൾക്കറിയാം ഇവിടെ 1 to 4 എന്നുള്ള ഏരിയ ഇവിടെ കിട്ടണമെങ്കിൽ 1 to 4 ഇട്ടാൽ മതിയില്ല, -1 to -4, അല്ലെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് -1 to -4 എന്നിടാം. പക്ഷേ കുറച്ചുകൂടി കറക്റ്റ് എന്താണ്, ഒന്നെങ്കിൽ -1 to -4 അതായത് ലോവർ നമ്പർ ടു അപ്പർ നമ്പർ ഇടാം, -4 to -1 ഇടാം. ഓക്കെ, അപ്പം ഈ ഏരിയ സെയിം കിട്ടണമെങ്കിൽ -4 to -1 എല്ലാം സെയിം ആണ്, പക്ഷേ കുഴപ്പമില്ല. ഓക്കെ, -4 to -1. അപ്പോൾ നമുക്ക് എന്താണ് 4.67 ഇവിടെ കിട്ടിയ ഏരിയ, ഇവിടെ 4.67 കിട്ടി. -1 to -4 കൊടുത്താൽ -4.67 കിട്ടും കേട്ടോ. അപ്പം ബേസിക്കലി ഇതെന്തായി സെയിം സംഭവം കിട്ടി. is the reflection of the region above f(x) on the y-axis. Verify your answer using the name this integral as b. നമ്മൾ ചെയ്തു, നമ്മൾ ഇതും കൊടുത്തു. We know that the area between 1 to 4 f(x) dx is equal to g of x. g of x എന്ന് പറഞ്ഞാൽ f(-x). Write the area under g of x. നമ്മളിതൊക്കെ ചെയ്ത് കഴിഞ്ഞ സംഭവം ബേസിക്കലി ഇതാണ് പ്രൂവ് ചെയ്തത്. നമ്മൾ അവസാനം നിങ്ങൾ ടീച്ചർ ചോദിക്കുകയാണ് ഇക്വേറ്റിംഗ് ദീസ് ഏരിയാസ് റൈറ്റ് ദ പ്രോപ്പർട്ടി. എന്താണ് a to b f(x)ന് പകരം a to b f(x) വരെ നമ്മളെന്താ f(x) വരെ f(-x) which is g of x എടുത്തു. പക്ഷെ നമ്മളെന്താ ചെയ്തത് -b to -a. a to b ആണെങ്കിൽ -b to -a എടുത്തു. അത്രയുള്ള സംഭവം. ഓക്കെ, വേണമെങ്കിൽ -1 പുറത്തെടുത്തിട്ട് ഇത് മാറ്റാനും പറ്റും കേട്ടോ. ഓക്കെ, ബേസിക്കലി ഇത് ഈ പ്രോപ്പർട്ടിയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏത് പ്രോപ്പർട്ടി അത് പറയുന്നത്, നമ്മുടെ ഇൻറ്റഗ്രൽ ഇതാ ഈ സാധനം ബേസിക്കലി പ്രോപ്പർട്ടി 1. a to b പകരം എന്താണ് b to a ആക്കി മൈനസ് ആക്കി. അപ്പോൾ ഈ മൈനസ് എടുത്ത് എഫിലിട്ടാൽ f(-x) ആവും കേട്ടോ. അല്ലാണ്ട് വേറെ ഇതിലും പ്രോപ്പർട്ടി ഇതിലുണ്ടോ ഇല്ല, ആ പ്രോപ്പർട്ടി തന്നെയാണ് ബേസിക്കലി. ഓക്കെ, അത്രയുള്ള സംഭവം. ആ പ്രോപ്പർട്ടി ഒന്ന് എഴുതി കൊടുക്കുക, കഴിഞ്ഞു. ഓക്കെ, ഇതാണ് ഈ സംഭവം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതും കഴിഞ്ഞ് 32.3 കഴിഞ്ഞു. ഇനി ഇതിലും എന്താണ് ബേസിക്കലി ഇങ്ങനെ ഇനി ഉള്ളത് ഞാൻ ചെയ്യുന്നില്ല, കാരണം നമുക്ക് എക്സാമിന് റെലവൻ്റ് അല്ലാത്ത കാര്യങ്ങൾ. ബേസിക്കലി എന്താണ് റിഫ്ലക്റ്റും ചെയ്യുന്നുണ്ട്, ഷിഫ്റ്റും കൂടി. അപ്പോൾ നമ്മൾ ഒരെണ്ണം ആദ്യം ഷിഫ്റ്റ് ചെയ്തു, പിന്നെ റിഫ്ലക്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ എന്താണ് മൈനസ് പറഞ്ഞാൽ റിഫ്ലക്റ്റ് വരുന്നത് +x + c ചെയ്യുന്നു. അതുപോലെ ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കാൻ അവസാനം ഈ പ്രോപ്പർട്ടിയാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, ഏത് പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി? ഇതാ ഈ സെയിം പ്രോപ്പർട്ടി നമ്മൾ റിഫ്ലക്ഷനും എന്താണ് ഷിഫ്റ്റിംഗ് കൂടി വന്നാൽ എങ്ങനെ ഉണ്ടാകുന്നതാണ് പ്രൂവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങളത് സെയിം സ്റ്റെപ്പ് ചെയ്താൽ മതി. നിങ്ങൾ ഇതിട്ട് കൊടുക്കുക g of x പകരം, അത്രയും ചെയ്താൽ മതി. നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കോളും, സെയിം ഏരിയ കിട്ടിക്കോളും. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ച സെയിം സംഭവം തന്നെ. ഓക്കെ, ഇനി ഇയാളും കൂടി ഒന്ന് വേണം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇയാളും കൂടി കാണിച്ചാൽ എനിക്കൊന്ന് അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഉണ്ടോ? എനിക്ക് കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഈ ഭാഗത്തിൽ നിന്ന് കിട്ടിയില്ല. ഇതിൽ നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഇല്ല. അപ്പോൾ ഞാൻ ഇതും കൂടി വേഗം ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ബേസിക്സ് ഒന്ന് പറഞ്ഞുതരാം. വി ഹാവ് ലേൺ ദ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ലെറ്റ് us interpret this geometrically. അപ്പോൾ നമ്മൾ √x വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ നമുക്ക് വേഗം കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് മൊത്തം കളയുന്നില്ല, ഇത്രയും കളയും. ഓക്കെ, √x വരച്ചു, സ്ലൈഡർ a ആക്കണം. അപ്പോൾ നമുക്ക് സ്ലൈഡർ a ആക്കാം. ഇതിൻ്റെ പേരെന്താണ്? ബേസിക്കൽ a എന്നാക്കുന്നു. ഓക്കെ, ഇനി ഇൻക്രിമെൻ്റ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഇൻക്രിമെൻ്റ് ഒന്നും പറയാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വെക്കാം. ഓക്കെ, a എന്നാക്കി. ക്രിയേറ്റ് a ഇൻറ്റഗ്രൽ. ഓക്കെ, ക്യാപിറ്റൽ A ഇൻറ്റഗ്രൽ എന്ന് പറയുമ്പോൾ f(0 to a) വരെ. അപ്പം ഇൻറ്റഗ്രൽ ഓഫ് f(0 to a) അപ്പോൾ ഞാൻ a കുറയ്ക്കുന്നതിനനുസരിച്ച് അത് മാറിക്കോളും. ഡിഫൈൻ ഇൻറ്റഗ്രൽ എന്താണിത്? ഇതാണ് ബേസിക്കലി നമ്മൾ ഇൻറ്റഗ്രൽ ചെയ്തത്. ഇനി വി ക്യാൻ സ്പ്ലിറ്റ് ദിസ് റീജിയൻ as a is equal to b + c യൂസിങ് ദ കമൻറ്റ് b. എന്താ ഇൻറ്റഗ്രൽ f(0 to a). അപ്പം b എന്ന് പറയുമ്പോൾ എന്താണ് ഇൻറ്റഗ്രൽ f from 0 to a. ഓക്കെ, ഇനി എന്താണ് ബാക്കി വേണ്ടത്? c എന്ന് പറയുന്ന ഇൻറ്റഗ്രൽ f from a to 2a. c എന്ന് പറയുമ്പോൾ എന്താണ്
സി എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ എഫ് ഫ്രം എ ടു എ ഇൻ്റഗാറിലായിപ്പോയി. ഇൻ്റഗ്രൽ. ഓക്കെ, എൻ്റർ. ഇനി നമുക്ക് കളേഴ്സൊക്കെ ഒന്ന് മാറ്റി പിടിക്കാം. ഓക്കെ, ഇത് ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഞാൻ എഴുതിയൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇത് ക്യാപിറ്റൽ എ എന്ന് ഇടണം കേട്ടോ പേര്, ക്യാപിറ്റൽ എ. ഓക്കെ, എൻ്റെ കീബോർഡ് വർക്ക് ചെയ്യുന്നില്ല. ക്യാപിറ്റൽ എ is equal to ഇത് ഇട്ടു. ഓക്കെ, അപ്പോൾ ഇത് പേരൊക്കെ റെഡി. അപ്പോൾ ക്യാപിറ്റൽ എ ആയി, ബി ആയി, സി ആയി. ഓക്കെ, നിങ്ങൾക്ക് സൂം ചെയ്താൽ എനിക്കൊന്ന് കാണാൻ പറ്റും നമ്പർ വേണം. സിമ്പിൾ പറഞ്ഞിട്ട് ചിലപ്പോൾ മനസ്സിലാവും. 2.7 0.99 1.89 കൂടി ആഡ് ചെയ്തത് കിട്ടുമല്ലോ, കിട്ടും. അത്രയുള്ള സംഭവം നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, കമ്പയറിംഗ് ദിസ് വി ക്യാൻ സീ ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ബ്ലാബ്ലി ബ്ലൂ ലെറ്റ് us see how they are equal. ഇത് നമ്മൾ ഈക്വൽ എന്ന് കാണിച്ചു. ബേസിക്കലി 0 to 2a ആണെങ്കിൽ 0 to a ആഡ് ചെയ്യുക, പ്ലസ് എന്താണ് 0 to a, പക്ഷേ എന്താണ് 2a minus x. ഓക്കെ, ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി. ഇനി ഇവർ പറയുന്നത് വി നോ ദാറ്റ് f of 2a minus x is obtained from f of x by reflecting on the y axis and horizontal shift. അപ്പോൾ നമ്മൾ എന്താണ് ക്രിയേറ്റ് സ്ലൈഡർ വാല്യൂ ഓഫ് സി. ഓക്കെ, സി ഉണ്ടാക്കണം. സി ഉണ്ടാക്കി 0 ഇട്ടു. അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് വാല്യൂ പറഞ്ഞില്ല, ഒരു പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ ഇട്ടു 0 ഇടുന്നു. ഓക്കെ, 0 ഇട്ടു. ക്രിയേറ്റ് എ ഫംഗ്ഷൻ g of x and f of c minus x. അപ്പോൾ g of x f of c minus x ഇട്ട് റിഫ്ലക്ഷൻ കൊടുത്തു y ആക്സിസിലുള്ള. സിൻസ് ദ അപ്പർ ആൻഡ് ലോവർ ബൗണ്ട്സ് ഓഫ് ക്യാപിറ്റൽ സി ആർ എ ആൻഡ് 2a. ക്യാപിറ്റൽ സിൻ്റെ ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് എ ഇതെന്താ ഇതാണെന്ന് അറിയാം, എയും 2a ആണെന്ന് നമുക്കറിയാം. ദ ലോവർ ആൻഡ് അപ്പർ ലിമിറ്റ്സ് ഓഫ് റിഫ്ലക്റ്റഡ് വിൽ ബി -2a and 2a. ഓക്കെ, റെഡി. ക്രിയേറ്റ് ദ റിഫ്ലക്റ്റഡ് ഇതെടുക്കുക, ഡി ഇൻ്റഗ്രൽ തന്നെ കൊടുക്കുക. ഓക്കെ, ഡി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എന്താണ് ജി കോമ -2a plus c. ഓക്കെ, സോറി ഇവിടെയല്ല, ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല. സോറി, ഇവനെന്താ വരുന്നത്, നമ്മളൊന്ന് അൺഡു ചെയ്യട്ടെ. ഓക്കെ, ആ മൊത്തം ഒന്ന് ടൈപ്പ് ചെയ്യണം. ജിന്ന് -2a plus c എന്നും -a plus c എന്നും. ഓക്കെ, അപ്പം ഡി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓക്കെ ജി -2a plus c കോമ പ്ലസ് സി കോമ -a plus c. ഓക്കെ, ഇതാണ് ഞാൻ ടൈപ്പ് ചെയ്തത്, കറക്റ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇത് ഡിയും സിയും ഈക്വൽ ആണല്ലോ, ഡിയും സിയും ഈക്വലാ. ഓക്കെ, റെഡി. ഡി കിട്ടി. ഇനി എന്താണ് ചേഞ്ചിങ് ദ വാല്യൂസ് ഓഫ് റീജിയൻ ഡി കോയിൻസൈഡ് വിത്ത് ദ റീജിയൻ എ. ഓക്കെ, ബേസിക്കലി എ ആയിട്ട് കോയിൻസൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, കമ്പയർ ദ വാല്യൂസ് ഓഫ് എ, സി ആൻഡ് ഡി ആസ് ഡെഫിനറ്റ് ഇൻ്റഗ്രൽ. എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് സി. റിപ്ലേസ് സി ബൈ ഡി ആൻഡ് റൈറ്റ് ദ യൂസിങ് ഡെഫിനറ്റ് ഇൻ്റഗ്രൽസ്. ബേസിക്കലി ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങോട്ട് മാറ്റി ഇത് കോയിൻസൈഡ് ചെയ്യിക്കണം എന്നാണ് പറയുന്നത്. ഇത് രണ്ട് ഈക്വൽ ആയല്ലോ, സിയും ഡിയും ഈക്വലായി. ഓക്കെ, സിയും ഡി അങ്ങോട്ടും ഇങ്ങോട്ടും സിമെട്രിക്കലി ഈക്വലായി. ഇനി എ മാറ്റിയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? എ എന്താ ചെയ്യേണ്ടത്? ഓക്കെ അവിടെ ഒരു സെക്കൻഡ്, ഈ സാധനം ഒന്ന് പോട്ടെ. സി ഞാൻ അങ്ങോട്ടേക്ക് വെച്ചു. എന്നിട്ട് എ വലുതാക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ സൈസ് മാറുന്നുള്ളൂ മൊത്തത്തിൻ്റെ. സി ഇങ്ങോട്ടേക്ക് ആക്കിയാൽ എനിക്ക് ഇതിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവർ നമ്മൾ ഈക്വലാന്ന് കാണിക്കാം. ഓക്കെ, ഇനി ചേഞ്ച് ദ വാല്യൂസ് ഓഫ് സി സോ ദാറ്റ് ദ ഡി കോയിൻസൈഡ്സ് ഇറ്റ്സ് ഏജൻറ്റ് ആസ് ഇൻ ഫിഗർ 2. ഓക്കെ, എ ആയിട്ട് ഓക്കെ ബേസിക്കലി ഇതായിട്ടല്ല ഈ റീജിയനായിട്ട് കോയിൻസൈഡ് ചെയ്യണം, ഇങ്ങനെയാണ് അവർ പറയുന്നത്. ഓക്കെ, ഇങ്ങനെ കോയിൻസൈഡ് ചെയ്യിച്ചു. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ഡിയും എ ആയിട്ട് കോയിൻസൈഡ് ചെയ്തു. ഓക്കെ, ഇതാണ് എ, ഇത് മൊത്തമാണ് എ, ഇത് മൊത്തമാണ് ഡി, ഈ ഭാഗമാണ് ഡി. ഇനി ഇവരെന്താ പറയുന്നത് ക്യാപ്ചർ ദ വാല്യൂ കമ്പയർ ദ വാല്യൂസ് ഓഫ് എ ആൻഡ് സി റൈറ്റ്. ഇനി എൻ്റെ വാല്യൂസ് ഒന്ന് ഞാൻ മാറ്റട്ടെ. ഓക്കെ എൻ്റെ വാല്യൂസ് മാറുന്നതനുസരിച്ച് നിങ്ങൾ കാണാൻ പറ്റും സൈസ് കൂടുന്നുണ്ടെന്നൊക്കെയുള്ള കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, വളരെ നല്ല കാര്യം. ഇനി ഇൻ ദി ഇക്വേഷൻ എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് സി. റിപ്ലേസ് സി ബൈ ഡി ആൻഡ് റൈറ്റ് ഇറ്റ് യൂസിങ് ഡെഫിനറ്റ് ഇൻ്റഗ്രൽ. ബേസിക്കലി എന്താണിത്, സിയും ഡി ഈക്വലാന്ന് നമുക്കറിയാം. അപ്പം മാറിയാലും കുഴപ്പമില്ല, നിങ്ങൾ ആ ഇക്വേഷനുണ്ടെങ്കിൽ മാറ്റി എഴുതിയാലും കുഴപ്പമില്ല. അത്രേ ഉള്ളൂ പറയുന്നത്. അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന സാധനം. ഓക്കെ, അങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്. കുറച്ച് ബോറിങ് സംഭവമാണ് ഇത് പ്രൂവ് ചെയ്യാനുള്ളത്, അതുകൊണ്ടാണെന്നൊന്നും കുറേ ലാബിൽ ചോദിക്കാത്തത്. ഓക്കെ, ഇനി 32 കഴിഞ്ഞു. 32ൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങൾ കമൻസ് ഒന്ന് അറിയിക്കുക, ഞാൻ മാക്സിമം ക്ലിയർ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ലാബ് 34ലേക്ക് വരാം. ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും +2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടുന്ന് വരുന്നത്. ഓക്കെ, 34 അത്യാവശ്യം സിമ്പിളാണ്, അതുകൊണ്ട് തന്നെയായിരിക്കും കൂടുതൽ പോപ്പുലറായി വരുന്നത്. നിങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. 34 ആക്ടിവിറ്റി നമുക്ക് 34.1 ഉണ്ട്. ഓക്കെ, 34.2 ഉണ്ട്, 34.3 ഉണ്ട്. എനിക്ക് ഒന്ന് 2-3 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ,
അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. പ്രോപ്പർട്ടീസ് അല്ല, ഇക്വേഷൻ എങ്ങനെ എഴുതേണ്ടതെന്ന്. ഓക്കെ, ഫസ്റ്റ് തന്നെ വൈസ്, അപ്പോൾ ഞാനത് പുതിയ ഇനി നമ്മുടെ ഈ പഴയ സാധനങ്ങളൊക്കെ കളയാം, ആവശ്യമില്ല. ഓക്കെ, ആദ്യം തന്നെ പറയുന്നത് y = f(x) കർവ് ആണെങ്കിൽ എന്താണ് ഇവർ പറയുന്നത്, ഫ്രം ഇൻ എ ടു ബി എന്ത് അബവ് എക്സ് ആക്സിസ് ഇൻ ദ ബ്ലാബ്ലി ബ്ലൂ ഇത് റീജിയൻ. ഓക്കെ, ബേസിക്കലി എന്താണ് പറയുന്നത്, ഈ എ എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ ഇതാക്കണം, അതിന് വേണ്ടി നമ്മൾ ഇൻറ്റഗ്രൽ ഇടുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എ തന്നെ ഇടാം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കുറച്ചുകൂടി നല്ലതാണ്. ഓക്കെ, ഇവർ ഇവിടെ നിന്നാണ് തുടങ്ങാൻ പറഞ്ഞത്, നമുക്ക് പ്രൊസീജിയർ തുടങ്ങാം. ഓക്കെ, ബേസിക്കലി ഇൻറ്റഗ്രൽ ഫ്രം എഫ് ടു എ ബി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റൻസ് ആണ്, കഴിഞ്ഞ ലാബിൽ ചെയ്ത സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ x² വരയ്ക്കുന്നു. ഓക്കെ, ഒരു x² വരയ്ക്കാൻ പറഞ്ഞു, x². ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് എക്സ് ആക്സിസ് 0 x2 എന്നുള്ള വാല്യൂസാണ് കണ്ടുപിടിക്കുക. സോ ഇൻറ്റഗ്രൽ സ്മോൾ ലെറ്റർ എ ആണ് ഇവർ പറയുന്നത്. ഓക്കെ, സ്മോൾ ലെറ്റർ എ ഇൻറ്റഗ്രൽ ഫ്രം എന്താണ് ഇൻറ്റഗ്രൽ എഴുതിയ ടൈപ്പ് അല്ലേ, എഫ് ഫ്രം 0 to 2 അല്ലേ, 0 to 2. വി ക്യാൻ എഡിറ്റ് ദ ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ് ബൈ ഡബിൾ ക്ലിക്കിംഗ് ദ റീജിയൻ എ. ഒന്നെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് 0 to മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് ഈ ആൽജിബ്രയിൽ പോയിട്ട് മാറ്റാം, ഡബിൾ ക്ലിക്ക് ചെയ്താലും മാറ്റാം, ഇഷ്ടമുള്ള പോലെ നമുക്ക് മാറ്റാം. ഓക്കെ, ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ് ബൈ ദ കർവ് അണ്ടർ x², y = x², x -1 ഉം 3 തമ്മിലുള്ള. ഇപ്പോൾ മക്കളെ ഇത് 2.6 ആണ്. ഓക്കെ, ഇനി -1 ഉം 3 തമ്മിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ -1 3 ഇട്ടാൽ എന്താ കിട്ടും, -1 3. ഓക്കെ, എത്രയാണ് 9.33 അല്ലേ, 9.3 ഇവിടുന്ന് ഇവിടെ വരെ. ഓക്കെ, റെഡി. -5 ഉം 0 എന്ന് പറയുമ്പോൾ എന്താ, ഡബിൾ ക്ലിക്ക് ചെയ്യുക, -5 0. ഓക്കെ, റെഡി. എന്തൊരു ചെറിയ പ്രശ്നമുണ്ട്, -5 0 എന്ന് പറയുമ്പോൾ ലോവർ വാല്യൂ ടു അപ്പർ വാല്യൂ തന്നെയല്ലേ ഇട്ടത് മൈനസ് അല്ലേ, -5 × 0 കോമ ഇല്ല, വെറുതെ അല്ല. ഓക്കെ, -5 0 എന്ന് പറയുമ്പോൾ 41.46. ഓക്കെ, ഇതൊക്കെ നമുക്ക് കിട്ടി. ക്രിയേറ്റ് എൻ ഇൻപുട്ട് ബോക്സ് ഫോർ ഫംഗ്ഷൻ. അപ്പോൾ ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കുന്നു നമ്മൾ, ഇവിടെ നോക്കി ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കി. എന്തിനാ, ഫംഗ്ഷൻ എഫിനാണ്. അപ്പോൾ ഫംഗ്ഷൻ ഞാൻ വെറുതെ ഇടുകയാണ്, എഫിന് റിലേറ്റ് ചെയ്യുന്നു, ലിങ്ക് ചെയ്യുന്നു, കഴിഞ്ഞു. ഇനി എന്താണ്, ബേസിക്കലി നമുക്ക് y = x² - 1 ആണ്. അപ്പോൾ x² അല്ല, x² - 1. ഓക്കെ, x² - 1 ആയി. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിക്കുക, ഇനി എന്താണ്, -1 ഉം 1 ഉം തമ്മിലുള്ള ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, -1 1. ഓക്കെ, -1 1. ഓക്കെ, ശ്രദ്ധിക്കുക, -1 1 നമുക്ക് എന്താ കിട്ടിയ ഏരിയ, നമുക്ക് -1.33. ഏരിയ വിൽ നെവർ ബി നെഗറ്റീവ്, അത് നമുക്കറിയാം. ഓക്കെ, അപ്പം ആ സംഭവം നമുക്ക് കിട്ടി. ഇനി അടുത്ത പേജിലേക്ക് പോകാം. -1 നമ്മൾ പോസിറ്റീവ് ആക്കുന്നു. ഓക്കെ, ആ സംഭവം കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കുന്ന കാര്യം, നമുക്ക് വേണമെങ്കിൽ ഇത് നെഗറ്റീവ് ഏരിയ ഒക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വെറുതെ ഒരു ആബ്സല്യൂട്ടും കൂടെ ഇങ്ങോട്ട് കൊടുക്കുക. ആബ്സല്യൂട്ട് ഓഫ് ഇത് ഇട്ട് കൊടുത്താൽ കഴിഞ്ഞു. ആബ്സല്യൂട്ട് ഓഫ് ഇത് ബ്രാക്കറ്റും കൂടി ക്ലോസ് ചെയ്യണം. ഇതൊരു ചെറിയ പ്രശ്നമുണ്ടല്ലോ, ഞാൻ ഇവിടെ കാണിച്ചാൽ ABS ഓഫ് x² - 1. x² - 1. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ 1.33 പോസിറ്റീവ് ആയി. താഴെ വരുന്ന സാധനമൊക്കെ മേലേക്ക് ആക്കി. അപ്പോൾ നമുക്ക് ഏരിയ ഇതായി കിട്ടി. അപ്പോൾ 1.33. ഇനി അടുത്തത് നമുക്ക് എന്താ, y² = x. മക്കൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ രണ്ട് രീതി ചെയ്യണം. y² = x എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോഴും ഫംഗ്ഷൻ ഇടുന്ന പറഞ്ഞാൽ y = x², y = എന്ന് പറഞ്ഞില്ല. ഓക്കെ, അപ്പോൾ f(x) എന്ന് പറയുമ്പോൾ, അപ്പോൾ y² x ആണെങ്കിൽ y എന്താണ്, √x. ഓക്കെ, y² x ആണെങ്കിൽ ആ കാര്യം അറിയാലോ, y² x ആണെങ്കിൽ സ്ക്വയർ റൂട്ട് എടുക്കുക രണ്ട് സൈഡിലും. y² x ആണെങ്കിൽ എനിക്ക് y = x √x കിട്ടും. അപ്പോൾ y = sqrt x. ഇതാണ്. ഇനി എന്താണ്, x 1 ഉം 4 1 ഉം 4 തമ്മിൽ. അപ്പോൾ 1 ഉം 4 തമ്മിൽ മൈനസ് വരില്ല, 1 ഉം 4 തമ്മിൽ. ഓക്കെ, ഇതാണ് ഏരിയ. അങ്ങനെ കിട്ടി. ഓക്കെ, ഇനി x² / 16. ഈ കാര്യം ശ്രദ്ധിക്കുക, ഇവൻ്റെ ഇൻറ്റഗ്രലാണ് അടുത്ത് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇതൊരു എലിപ്സാണ്. ഓക്കെ, എലിപ്സാണ്. അപ്പോൾ ഞാൻ ഈ തൽക്കാലം ഈ ഫംഗ്ഷൻ അങ്ങ് നോട്ട് ചെയ്യാം. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഈ ഫംഗ്ഷൻ തൽക്കാലം ഇവിടെ മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്താ, f(x) അല്ലെങ്കിൽ y = എന്ന് പറയാം. ഞാനിവിടെ ആ ഇക്വേഷൻ ടൈപ്പ് ചെയ്ത് നോക്കണം. നിങ്ങളിപ്പോൾ എന്താ മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്, x² / 16. ഓക്കെ, പ്ലസ് ഓക്കെ y² / 9. ഓക്കെ, ഇക്വേഷൻ എല്ലാം കൂടി ഇവിടെ ഇപ്പോൾ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഓക്കെ, പ്ലസ് y² / 9. ഓക്കെ, ഈസ് ഈക്വൽ ടു 1. പ്ലീസ് ചെക്ക് യുവർ ഇൻപുട്ട്. എനിക്ക് തോന്നുന്നത് ബ്രാക്കറ്റ് കിട്ടും, നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ ഉണ്ടാക്കുന്ന സെയിം സംഭവങ്ങൾ നമുക്കും കൂടി ഒന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ നമുക്ക് നോക്കാം. പ്ലസ് ബ്രാക്കറ്റ് ഇടുന്നു. ഓക്കെ, അത് ഇക്വേഷനായിട്ട് g(x) വരാൻ പാടില്ല ഇവിടെ, അതാണ് പ്രശ്നം. g(x) വരാൻ പാടില്ല. അപ്പം ഒന്നുകൂടി കാണിച്ചു തരാം. x² / 16 പ്ലസ് ബ്രാക്കറ്റ് ക്ലോസ് പ്ലസ്
ബ്രാക്കറ്റിൽ വൈ സ്ക്വയർ ബൈ 9 ബ്രാക്കറ്റ് ക്ലോസ് ഓക്കെ ഈസ് ഈക്വൽ ടു 1. ഇത് വർക്ക് ചെയ്യുന്ന നമ്മുടെ ഇക്വേഷനായിട്ട് കിട്ടി. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നോക്കിയത് ഇക്വേഷനാണ് ബേസിക്കലി. ഓക്കെ, അപ്പോൾ ജി ഓഫ് എക്സ് അല്ല എഫ് ഓഫ് എക്സ് അല്ല ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, ഇനി ഇതിൻ്റെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ നോക്കട്ടെ. ഇത് ചിലവർ ടീച്ചേഴ്സ് പറയും ഇങ്ങനെ ചെയ്യേണ്ടതാണ്, ചിലവർ പറയും കുഴപ്പമില്ല, അത് രണ്ടും കുഴപ്പമൊന്നുമില്ല. ബേസിക്കലി നമ്മൾ ആ ഇക്വേഷൻ മൊത്തം കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, നമ്മുടെ നമ്പർ കിട്ടുക കറക്റ്റ് അല്ലേ. ഇനി നമുക്ക് എന്താ ഇതിൻ്റെ ഏരിയ ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? ഇൻ്റഗ്രൽ. ബേസിക്കലി നമുക്ക് വെറുതെ ഇൻ്റഗ്രൽ ഓഫ് എന്താണ് ജി എന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇൻ്റഗ്രൽ ഓഫ് ജി കിട്ടുന്നില്ലല്ലോ, ഇൻ്റഗ്രൽ ഓഫ് ഫംഗ്ഷൻ ജി ഇത് കിട്ടുന്നില്ലല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ബ്രാക്കറ്റിൽ എടുക്കുക. ഇൻ്റഗ്രൽ ഓഫ് ഇത് ഇട്ട് കൊടുത്താൽ എന്താ കിട്ടുക? കിട്ടുന്നില്ല, ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഈ സാധനം ഞാൻ മൊത്തം കോപ്പി ചെയ്തിട്ട് വേണ്ടിയിട്ട് ഇൻ്റഗ്രൽ അവിടെ കൊണ്ടിട്ടാലോ? ഇല്ല, പ്രശ്നമാണ്. ഓക്കെ, എനിക്കൊന്ന് കുറച്ച് കോംപ്ലിക്കേഷൻ വരുന്നത് ആ ഇക്വേഷൻ. അല്ലെങ്കിൽ ജി കിട്ടിയാലും മതി, ജി വർക്ക് ചെയ്യേണ്ടതാണ്. ഇതൊരു ഫംഗ്ഷൻ അല്ലാത്തതിൻ്റെ ഒരു ചെറിയ പ്രശ്നം. കാരണം ഫംഗ്ഷൻ വേരിയബിൾ, ഫംഗ്ഷൻ സ്റ്റാർട്ട് വാല്യൂ എൻ വേരിയബിൾ, ഇങ്ങനെയാണെന്ന് തോന്നുന്നു കിട്ടുള്ളൂ. എനിക്കൊന്ന് അല്ലാണ്ട് കിട്ടൂലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഇത് കിട്ടിയത് കൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് കിട്ടിയതുകൊണ്ട് നമുക്ക് ഗുണമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ടൈപ്പ് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യരുതെന്നും കൂടി കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ അതുകൊണ്ട് ഇൻ്റഗ്രൽ നമുക്ക് നേരെ ചൊവ്വേ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം? ഞാൻ ഡിലീറ്റ് ചെയ്യാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കിയാൽ ഇവിടെ x² + y² / 9 = 1. നമുക്ക് y = നമ്മളിപ്പോൾ എന്താണ് y = എന്നാണ് അടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വൈനെ അവിടെ വെച്ചിട്ട് നമുക്ക് ബാക്കിയെല്ലാം വാല്യൂസ്. അപ്പോൾ ബേസിക്കലി എന്താ x² / 16 ലെഫ്റ്റിലേക്ക് പോയി -x² / 16. ഈ 9 ഇങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് y² ആണ് y റൂട്ട് എടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സ്റ്റെപ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. നോക്കിയാൽ ഇവിടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അവസാനം ഇങ്ങനെ ഇക്വേഷൻ വന്നാൽ ചാടിക്കയറി ടൈപ്പ് ചെയ്യരുത്, സമയം വെറുതെപ്പോൾ. y² / 9 ലെഫ്റ്റിൽ വെക്കുന്നു, x² / 16 അങ്ങോട്ട്. അപ്പോൾ -x / 16. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് LCM എടുത്ത് 16 ഇങ്ങനെ കോമൺ എടുത്തു, ഈ 9 എടുത്തിട്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് 9. ഇതൊക്കെ ഒരു ± സ്ക്വയർ റൂട്ട് ഉണ്ട്. ആ ± തൽക്കാലം വിട്, സ്ക്വയർ റൂട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ 9ൻ്റെയും 16ൻ്റെയും സ്ക്വയറിൻ്റെ 3ഉം 4ഉം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ y = ഇതാണ് മക്കളൊരു എലിപ്സിൻ്റെ y വെച്ചിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട്, അപ്പോൾ വൈൻ്റെ അവിടെ ഫംഗ്ഷൻ y = എന്താണ്? 3/4. ഓക്കെ, 3 ഇൻറ്റു, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ 3 ഇൻറ്റു SQRT ഓഫ് എന്താണ് 16 - x². ഓക്കെ, അത് ഹോൾ ഡിവൈഡഡ് ബൈ 4. ഇതല്ലേ സംഭവം. അപ്പോൾ ഫംഗ്ഷൻ എന്താ കാണാത്തത്? ഫംഗ്ഷൻ കണ്ടു, സെയിം സംഭവം കിട്ടി. ഓക്കെ, ഇനി സാറേ എന്തുകൊണ്ടാണ് മേലെ മാത്രമല്ല നമ്മൾ ± ശരിക്കേണ്ട, പ്ലസ് മാത്രമേ എടുത്തിട്ടുള്ളൂ? ഓക്കെ, വേറൊരു ഫംഗ്ഷൻ മൈനസും കൂടി ഇട്ടാൽ കിട്ടും. അപ്പോൾ നമ്മൾ ഈ പകുതി ചപ്പാത്തിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു എന്ന് വിചാരിച്ചു ഫോർ എക്സാമ്പിൾ. ഇനി എന്ത് ചെയ്യണം? ഇൻ്റഗ്രൽ ഇനി ഇൻ്റഗ്രൽ ഓഫ് മക്കളെ, ഇൻ്റഗ്രൽ ഓഫ് ഇത് എ എന്ന് പറഞ്ഞ ഇൻ്റഗ്രൽ ശ്രദ്ധിക്കാം. എ എന്ന് പറഞ്ഞ ഇൻ്റഗ്രൽ 1 to 4 അല്ലേ, 1 to 4 കൊടുക്കാതെ ഇരുന്ന് നോക്കിയാൽ എന്താ കിട്ടുക? കാരണം ഇതിന് നമുക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് വേണ്ട. ബേസിക്കലി ഇൻ്റഗ്രൽ ഓഫ് ഇത് ചെയ്താൽ എന്താ കിട്ടുക? ഇവനെ ഡിലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഇൻ്റഗ്രൽ. ഓക്കെ, ഇൻ്റഗ്രൽ വെറുതെ എഫ് എന്ന് കൊടുത്താൽ എന്താ കിട്ടുക? എനിക്കിങ്ങനെ ഇൻ്റഗ്രൽ വാല്യൂ കിട്ടും. ഓക്കെ, അത് വേണ്ട, അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ്. അപ്പോൾ നമുക്ക് എന്താ, നമുക്കറിയാം എന്താണ് ഇത് -4 നിന്ന് 4ലേക്കാണ് വരുന്നത്. അപ്പോൾ -4 to 4 എന്ന് ഇടുന്നു. ഓക്കെ, ടടാ. അപ്പോൾ നമുക്ക് ഏരിയ കിട്ടി. ഇനി ഏരിയൻ്റെ ഒരു പ്രത്യേകത, ഈ നമ്പർ എന്താണ്? നമ്പർ നമുക്ക് പ്രോപ്പർട്ടിയും ഇത് വേണമല്ലോ. നമ്പർ എന്താ? 18.9. ഓക്കെ, ഇവിടെ എന്താ എഴുതി കാണിക്കാത്ത? ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ ബേസിക്കിൽ നെയിം ആൻഡ് വാല്യൂ. ഓക്കെ, നോക്കിയാൽ 18.85 കിട്ടി. അതാണോ ആൻസർ? അല്ല, ഇത് പകുതി എലിപ്സിൻ്റെ 18.85 × 2 എത്ര? 37 എന്തോ വരും. ഓക്കെ, ആ ഡബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതേപോലെ ഈ ഇക്വേഷൻ നോക്കി, ഈ ഇക്വേഷൻ നിങ്ങളൊന്ന് കമൻസിൽ അറിയിച്ചേ. ഒന്ന് കമൻസിൽ പറയാം. x² + y² = 4 ആണ്. നമുക്ക് പക്ഷേ y ആയിട്ട് എങ്ങനെയാണ് വരും? y മാത്രമായിട്ട് വരുമ്പോൾ x² അങ്ങോട്ടേക്ക് പോകുന്നു. y² = 4 - x². y = √4 - x². ഇനി അത് കിട്ടുന്ന വാല്യൂ ± എടുക്കാൻ മറക്കരുത്. ഓക്കെ, അതേപോലെ y = sin x. ഇത് വളരെ സിമ്പിളാണ്. ഓക്കെ, സിമ്പിളാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, ഈ സാധനം നമ്മൾ സേവ് ചെയ്യണം. എന്താണ് സേവ് ചെയ്യണമെങ്കിൽ 34.18. ഓക്കെ, സേവ് ചെയ്തു. ഞാൻ ഇവിടെ ആ കാര്യം ഒന്ന് നോക്കണം കേട്ടോ. ഈ ഇക്വേഷൻ മാറ്റാനുള്ള പരിപാടി വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 34.2ലേക്ക് പോകാം. ഓക്കെ, 34.2ലേക്ക് എന്താ പറയുന്നത്? നമുക്ക് ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ x² - 3, x - 3 3 തമ്മിൽ. ഓക്കെ, ഇതൊരു രസമുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഞാൻ ഇപ്പോൾ നമുക്ക് കുറേ കഷ്ടപ്പെട്ട് ഇത് ചെയ്ത് വെച്ചല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ചെയ്യാം. x² - 3. ഓക്കെ, x² - 3 കിട്ടി. ഇനി ശ്രദ്ധിക്കുക, x² - 3ൻ്റെ ഏരിയ എന്താണ്? നമുക്ക് -3 3 തമ്മിൽ. ഓക്കെ, -3 3 തമ്മിൽ. അപ്പോൾ G 0 കിട്ടി. എന്താ ഇതിൻ്റെ ഏരിയ 0 ആണ് മക്കളെ. ഇതൊരു ഏരിയ
പ്ലസ് ഇതൊരു ഏരിയ പ്ലസ് ഇതൊരു ഏരിയ 0 ആണോ? അല്ല, നിങ്ങൾക്കും അറിയാം അല്ലേ. പ്രശ്നം എന്താ വെച്ചാൽ ഇതൊരു പോസിറ്റീവ് ഏരിയ, ഇതൊരു പോസിറ്റീവ് ഏരിയ, അപ്പോൾ 2 എന്നൊക്കെ ആയിക്കോട്ടെ. ഇതെന്താണ്? -4 താഴേക്കാണല്ലോ, അപ്പോൾ മൈനസ് ആയിട്ടൊക്കെ കരുതുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവനെ മാറ്റണം. അപ്പം നോക്കിയാൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് -330? നിങ്ങൾ വെറുതെ എന്താ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതെല്ലാം ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ നോക്കിയാൽ റൈറ്റ് ദ ഏരിയ. ബേസിക്കലി എന്താണ് ഇവർ പറയുന്നത്? ടു ഫൈൻഡ് ദ പോയിന്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് എ ആൻഡ് ബി, വാട്ട് ഈസ് ദ ഏരിയ ബിലോ ദ പോർഷൻ. ഇതൊന്നും നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ബേസിക്കലി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഈ മെത്തേഡിന് പകരം ഇതങ്ങിട്ട് വെറുതെ മോഡുലസ് അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, മോഡുലസ് ഇടുമ്പോൾ എല്ലാ ഫംഗ്ഷൻ അങ്ങ് മേലേക്ക് ആയിക്കോളും. അപ്പോൾ ബേസിക്കലി ഞാൻ ഈ മൊത്തം സാധനം ഇത് മൊത്തം ആബ്സല്യൂട്ടിനുള്ളിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ആബ്സല്യൂട്ടിനുള്ളിൽ പേസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടോ ആ താഴെയുള്ള ഫംഗ്ഷൻ മേലേക്കായി. അപ്പോൾ എന്താ 13.86 ഏരിയ കിട്ടി. ഈ താഴെ വരുന്ന സാധനം മേലേക്കായി, പരിപാടി കഴിഞ്ഞു. അത് ചെയ്താൽ മതി. ഇത് വെറുതെ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട, ഇൻറ്റഗ്രേഷൻ്റെ പോയിന്റ് കണ്ടുപിടിച്ച് അത്രയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റ് മെത്തേഡ് ഒന്ന് ഉപയോഗിക്കുക, എന്നിട്ട് ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ മക്കളെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടുന്ന് ചെയ്തുതരാം. sin x ഫ്രം 0 to 2π. ഓക്കെ, sin x. അപ്പോൾ നമുക്ക് എന്താ ഫംഗ്ഷൻ sin x ആണ്. ഓക്കെ, sin x 0 to 2π ആണ്. അപ്പോൾ എന്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, 0 to 2π 0 ആണ് ഏരിയ കിട്ടിയത്. കാരണം എന്താണ്? മേലെയും താഴെ ഏരിയ ഉണ്ട് കട്ടായി പോകുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? മൊത്തം കോപ്പി ചെയ്യുന്നു, ആബ്സല്യൂട്ട് ഓഫ് sin x ഇടുന്നു. അപ്പോൾ എന്താണ്? 4 കിട്ടി. ഇവിടെ 2, ഇവിടെ 2. വളരെ ബ്യൂട്ടിഫുൾ. അതേപോലെ ആ മൊത്തം ഒരു ആബ്സല്യൂട്ടിലും കിട്ടുക ആൻസർ കിട്ടും. ഓക്കെ, അതാണ് 34.2 പറയുന്നത്. എന്തുകൊണ്ടാണ് 0 കിട്ടുന്നത്? താഴേക്ക് നെഗറ്റീവ് വാല്യൂ ആണ് കരുതുക. ഓക്കെ, ഇനി അടുത്തത് 34.3 കഴിഞ്ഞാൽ എനിക്ക് വന്നത് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. ഓക്കെ, 34.3 വേഗം ചെയ്യാം. കോമ്പിനേഷൻ ഓഫ് കർവ്സ്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ഇത്. ഓക്കെ, ആൻഡ് y of x. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഡ്രോ ദ സർക്കിൾ. എന്താണ് ചെയ്യേണ്ടത്? ഈ ഡ്രോ ദ സർക്കിളാണ് x² + y² = 32. ഓക്കെ, എങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. ഈ സ്റ്റെപ്പുകൾ പറയുന്നതനുസരിച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ മാത്രം നോക്കാം. x² + y² = 36 അല്ലേ. സർക്കിളൊക്കെ ഞാൻ വരച്ചു. ഇക്വേഷൻ 1 എന്ന് വന്നു, നല്ല കാര്യം. ഓക്കെ, ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ ഇനി y = x. ഓക്കെ, അപ്പം y വെറുതെ ഒരു x എന്നും കൂടെ അങ്ങ് വരയ്ക്കാം. ഓക്കെ, റെഡ്. ഇനി എന്താണ്? ഐഡൻറ്റിഫൈ ദ എൻക്ലോസ്ഡ് റീജിയൻ. ഐഡൻറ്റിഫൈ ഒക്കെ ഞാൻ ചെയ്തു. ഇതാണ് എൻക്ലോസ് ചെയ്ത റീജിയൻ. ഓക്കെ, മാർക്ക് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വിത്ത് പോയിന്റ് എ ആൻഡ് ബി. അപ്പോൾ ഇവിടെ എയും ഇവിടെ ബിയും കൊടുക്കാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ പോയിന്റ് 2 എടുക്കുന്നു, ഇവിടെ എ എന്ന് കൊടുക്കുന്നു. ഓക്കെ, പോയിന്റ് ഇവിടെ ഒരു ഭീകര ടൂൾ ഉണ്ടെന്ന് ഞാൻ കേട്ടത്. പോയിന്റ് ഓഫ് ഇൻ്റർസെക്റ്റ് ഇത് വർക്ക് ചെയ്യുന്ന അവിടെ ഇതും ബി. ഓക്കെ, എയും ബിയും കിട്ടി. ഓക്കെ, എയും ബിയും കിട്ടി. വെരി ഗുഡ്. ഓക്കെ, ബേസിക്കലി ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഏരിയ അണ്ടർ. അപ്പോൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഈ y. ഓക്കെ, ഇവർ തമ്മിലുള്ള ഈ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം y = x എന്നുള്ള ലൈനിൻ്റെ നമുക്കെന്താ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഏരിയ നമുക്കെന്താണ് ഈ ഇത് എടുക്കുക. ബാക്കിയുള്ള ഏരിയ എന്താ? സർക്കിളിൽ എടുക്കുക. അത് നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് പഠിച്ചവർക്ക് ബേസിക്കലി അറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ആദ്യം ചെയ്യുന്നത്? ഇൻ്റഗ്രൽ. ഓക്കെ, ഞാൻ 2 ഭാഗമായിട്ട് ചെയ്യാൻ പോകുന്നത് ഇൻ്റഗ്രൽ. ഓക്കെ, നമ്മളെന്താണ് ആദ്യം ചെയ്യാൻ പോകുന്നത്? എൻ്റെ രണ്ടാമത്തെ ലൈൻ എന്താ? എഫ് ആണ് ഫംഗ്ഷൻ. ഓക്കെ, എഫ് ഫ്രം എവിടെയാണ്? ഇൻ്റഗ്രൽ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ലൈൻ അല്ലേ, ലൈനല്ലേ എഫ്, ഇത് എക്സ്. ഓക്കെ, അത് ഫ്രം എന്താണ്? 0 അല്ല എഫ് എക്സ് ഓഫ് എ. ഇവരെന്താ കൊടുത്തത്? ഇവർ 0 to x of a. ഓക്കെ, അയ്യോ ഇവർ എഫ് എന്നൊന്നും കൊടുത്തില്ല അല്ലേ, ഇവർ വെറുതെ എക്സ് എന്നുള്ള ഫംഗ്ഷൻ കൊടുത്തു. ഇവിടെ എഫ് എന്ന് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് എക്സ് എന്ന് കൊടുക്കാം കേട്ടോ. ഞാൻ വേണേൽ എഫ് എന്ന് കൊടുക്കുക. കാരണം നമ്മൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് ഇട്ട് അവർ y = x എന്ന് ഇട്ടത് കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ കൺഫ്യൂഷൻ ഒഴിവാക്കി തരാം. ഇവിടെ നമുക്ക് y = x എന്ന് എഴുതാം. y = x ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. y = x എടുത്തു, അപ്പോൾ എഫ് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പോയിന്റ് എയും ബിയും ഉണ്ടാക്കി കൊടുക്കുന്നു. ഓക്കെ, പോയിന്റ് ഇവിടെ എ, ഇത് ബി. ഓക്കെ, സിയോ എനിക്ക് സി വേണ്ട, ഈ പോയിന്റ് ബി. ഈ പോയിന്റ് ഒന്നും ഉപയോഗിക്കേണ്ട മക്കളെ, സാധാരണ പോയിന്റ് എടുത്തോ. ഓക്കെ, കറക്റ്റായിരിക്കും. ഓക്കെ, ഇനി എന്താണ് ചെയ്യുന്നത്? നമ്മൾ വളരെ സിമ്പിൾ, നമ്മൾ ഇൻ്റഗ്രൽ. ഓക്കെ, നമ്മൾ എക്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ എക്സ് ആണല്ലോ. ഓക്കെ, അത് x² / 2 ആണ് ഈ ഫംഗ്ഷൻ കാണിക്കുന്നത്. അതൊന്നും നമുക്ക് വിഷയമില്ല. ഫ്രം 0 to a വരെ, പക്ഷേ അതിൻ്റെ എക്സ് കോർഡിനേറ്റ്. അപ്പോൾ എക്സ് ഓഫ് എ, അപ്പോൾ അത് കിട്ടി. ഓക്കെ, അതാണ് ഏരിയ എത്ര? 9 കിട്ടിയത്. ഓക്കെ, സോറി ഇത് കിട്ടി, 9 കിട്ടി. ആയിക്കോട്ടെ. ഇനി അത് കഴിഞ്ഞിട്ട് ഫൈൻഡ് ദി ഇൻ്റഗ്രൽ. എന്താണ്? സ്ക്വയർ റൂട്ട്. ബേസിക്കലി എന്താണ് അടുത്ത ഫംഗ്ഷൻ? ഇത് നമുക്ക് y എന്നായിട്ടുണ്ട് അല്ലേ. y എന്ന് പറയുമ്പോൾ എന്താണ്? x² അങ്ങോട്ട് പോയി എൻ്റെ സ്ക്വയർ റൂട്ട് ഇങ്ങോട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ. അപ്പോൾ b എന്ന് പറയുന്ന ഇൻ്റഗ്രൽ എന്താണ്? ഇൻ്റഗ്രൽ എന്താണ്? y എന്ന് പറയുമ്പം SQRT ഫംഗ്ഷൻ എന്താണ്? SQRT 32 - x². ഓക്കെ, കോമ ഫ്രം എന്താണ്? എൻ്റെ എക്സ് കോർഡിനേറ്റ് വിച്ച് ഇസ് എക്സ് ഓഫ് എ ടു എക്സ് ഓഫ് ബി.
എന്തോ ഒരു മിസ്റ്റേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് 32 മൈനസ് എക്സ് സ്ക്വയർ ഇൻ്റഗ്രൽ നമ്മുടെ ഇവർ ടൈപ്പ് എ ഇസ് ഈക്വൽ ടു 32 SQRT 32 മൈനസ് എക്സ് സ്ക്വയർ ഫ്രം എക്സ് ഓഫ് എ ടു എക്സ് ഓഫ് ബി. എന്തോ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? 32 മൈനസ് എക്സ് സ്ക്വയർ ഫ്രം എക്സ് ഓഫ് എ ടു എക്സ് ഓഫ് ബി. ക്വസ്റ്റ്യൻ മാർക്കാണ് കാണുന്നത്. എക്സ് ഓഫ് ബി എന്താണ്? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. എക്സ് ഓഫ് ക്യാപിറ്റൽ ബി, എക്സ് ഓഫ് എയിൽ നിന്ന് എക്സ് ഓഫ് ബിയിലേക്ക് 36 ആകുമ്പോൾ റെഡി. ഓക്കെ, കാരണം 32-ൽ ഇപ്പോൾ സ്ക്വയർ ഇവിടെ വരെ സ്ക്വയർ സർക്കിൾ ഇവിടെ വരെ ഉണ്ടാവുള്ളൂ. 36 ആകുമ്പോൾ ഇത്രയും വലിയ സ്ക്വയർ ആവുള്ളൂ, സർക്കിൾ ആവുള്ളൂ. ഓക്കെ, ഇത് നമ്മുടെ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് എന്താ ഇവന് കളർ പച്ച കൊടുക്കാം. ഓക്കെ, അയ്യോ ഇത് കൊടുക്കാം, പിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എയും ബി കിട്ടും. അപ്പോൾ ഇങ്ങനെ ബേസിക്കലി നിങ്ങൾ ആ ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് ഫംഗ്ഷന് കൊണ്ടിട്ട് എഫ് ഇടരുത്. ഓക്കെ, നിങ്ങൾ ആ ഫംഗ്ഷൻ മൊത്തം റീടൈപ്പ് ചെയ്യണം. ഓക്കെ, അയ്യോ ഫൈൻ ദ റിക്വയർഡ്. നമുക്ക് ഇത് അടുത്ത ക്വസ്റ്റ്യൻ ഇത് ചെയ്യാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഓൾട്ടർനേറ്റ് മെത്തേഡ് ഉണ്ടോ? ഓൾട്ടർനേറ്റ് മെത്തേഡ് ഉണ്ടായിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുത്തുന്നത്. ഓക്കെ, നിങ്ങൾ ഓൾട്ടർനേറ്റ് മെത്തേഡ് ഉണ്ട് ഉപയോഗിക്കേണ്ട, ഈ മെത്തേഡ് അങ്ങ് ഉപയോഗിച്ചോ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അതിൽ നിന്ന് പുതിയതായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഡിഫൈൻ ദ ഫംഗ്ഷൻ ആസ്. ഓക്കെ, ബേസിക്കലി നമ്മൾ ഫംഗ്ഷനെ 0 to x നമ്മൾ ഫസ്റ്റ് നമ്മളെ 1 2 3 4 പഠിച്ചതാണ്. നമ്മളിങ്ങനെ പീസ് വൈസ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ഇഫ് ഇതാ ഈ കണ്ടീഷൻ അടിച്ചു കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഫംഗ്ഷൻ കിട്ടിക്കോളൂ. എന്നിട്ട് വെറുതെ ഫംഗ്ഷൻ എഫ് ഫ്രം 0 to x of b ഇട്ട് കൊടുത്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്തോ, നിങ്ങൾക്ക് പ്രാക്ടീസ് ആയിട്ട്. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. അപ്പോൾ ഞാൻ ഇവനെയൊക്കെ ഒന്ന് വായിക്കട്ടെ. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് ഈ 34-ൽ നിന്ന് എന്ത് വരുന്ന പഠിക്കാം. ഓക്കെ, ഇത് നല്ല ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ഓക്കെ ഫസ്റ്റ് തന്നെ ഡ്രോ ദ ഗ്രാഫ് ഓഫ് 2x സ്ക്വയർ മൈനസ് 1. അപ്പോൾ 2x സ്ക്വയർ മൈനസ് 1, 2x സ്ക്വയർ മൈനസ് 1. ഓക്കെ, 2x സ്ക്വയർ മൈനസ് 1, 2x സ്ക്വയർ മൈനസ് 1 ഇവിടെ മാറിപ്പോയി, ഇവിടെ മൈനസ് 1, 2x സ്ക്വയർ മൈനസ് 1. ഓക്കെ, ഇതാണ് 2x സ്ക്വയർ മൈനസ് 1. ഇനി യൂസിങ് ദ കമാൻഡ് ഇൻ്റഗ്രൽ എഫ് ഫ്രം 1 to 2 ഏരിയ കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ എഫ് ഫ്രം 1 to 2. ഓക്കെ, 1 to 2 ഉള്ള ഏരിയ കണ്ടുപിടിച്ചു. 3.6 ആണെന്ന് കിട്ടി, കഴിഞ്ഞു. കറക്റ്റല്ലേ? 1 to 2 ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ക്രിയേറ്റ് എൻ ഇൻപുട്ട് ബോക്സ് ഓഫ് ദ ഫംഗ്ഷൻ എഫ്. ഓക്കെ, ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കുന്നു. എഫിന് ഫംഗ്ഷനായിട്ട് ലിങ്ക് ചെയ്യുന്നു. ഓക്കെ, 2x സ്ക്വയർ മൈനസ് 1. വി ക്യാൻ എഡിറ്റ് ദി അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് ബൈ ഡബിൾ ക്ലിക്കിംഗ്. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, ഡബിൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഞാൻ നിങ്ങളെ ഒരു 10 പ്രാവശ്യം പഠിപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ മാറ്റാൻ പറ്റും, വലിയ വിഷയമൊന്നുമില്ല. അപ്പോൾ അത് ഉപയോഗിച്ച് യൂസിങ് ദി അബവ് ആപ്ലിറ്റ് ഫൈൻഡ് ഇത് നമുക്കിത് y സ്ക്വയർ ഇസ് ഈക്വൽ 3x മൈനസ് 1. y സ്ക്വയർ എന്നാണ് തന്നത്. y സ്ക്വയർ ഇസ് ഈക്വൽ 3x മൈനസ് 1 ഒന്ന് സൂക്ഷിക്കണം. ഓക്കെ, അപ്പം അത് എന്താ എബവ് ദി എക്സ് ആക്സിസ് മതി. ഓക്കെ, അപ്പം നല്ല കാര്യം. ഓക്കെ, അല്ലെങ്കിൽ വെറുതെ തന്നാൽ കുറച്ച് സൂക്ഷിക്കണം. എബവ് ദി എക്സ് ആക്സിസ് കുഴപ്പമില്ല. അപ്പം y സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ y സ്ക്വയർ ഇസ് ഈക്വൽ 3x മൈനസ്. അപ്പോൾ y എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 3x മൈനസ് 1. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ. അത് എവിടെ മുതൽ എവിടെ വരെ കണ്ടുപിടിക്കേണ്ടത്? 1 to 4. അപ്പോൾ നമ്മൾ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, 1 to 4 കൊടുക്കുന്നു. ഓക്കെ, ഇത് കിട്ടി. ഓക്കെ, 1 to 4 കിട്ടി. വളരെ സിമ്പിളായിട്ട് ആൻസർ കിട്ടി. എബവ് എക്സ് ആക്സിസ് ഇതൊക്കെ നിങ്ങൾക്ക് സെയിം മെത്തേഡിൽ കണ്ടുപിടിക്കാം. യൂസിങ് ദി എബവ് ലെറ്റ് ഫൈൻഡ് ദ റീജിയൻ ബ്ലാബ്ലി ബ്ലൂ. എക്സ് സ്ക്വയർ മൈനസ് 1. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, എക്സ് സ്ക്വയർ മൈനസ് 1 എക്സ് ആക്സിസ് -2 2 എന്നാണ്. ഓക്കെ, ഓൾസോ ഫൈൻഡ് ദ മെത്തേഡ്. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇത് തന്നെ മാറ്റിയാൽ മതി, എക്സ് സ്ക്വയർ മൈനസ് 1. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട രീതിയിൽ എന്താ അവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ. ഓക്കെ, -1 to 1 അല്ലേ? -1, ബ്രാക്കറ്റ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, -1 ഉം 1 തമ്മിലുള്ള ഏരിയ ശ്രദ്ധിക്കുക. അല്ല, -2 ഉം 2. ഓക്കെ, അത് നല്ല രസമുള്ള, അതുകൊണ്ടാണ് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിരിക്കുക. ബേസിക്കലി നമ്മൾ ആബ്സല്യൂട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം നമ്മൾ പഠിക്കും. -2 ഉം 2 കൊടുക്കുമ്പോൾ 1.33 എഴുതുന്ന ആൾക്കാർക്ക് മാർക്ക് കിട്ടില്ല. കാരണം ദിസ് ഈസ് എ പോസിറ്റീവ് ഏരിയ, ദിസ് ഈസ് എ പോസിറ്റീവ്, ദിസ് നെഗറ്റീവ് ഏരിയ. അപ്പോൾ ഇതല്ല ശരിക്കത്തെ ഏരിയ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ആബ്സല്യൂട്ടും കൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ, ഈ സാധനം ഞാൻ കട്ട് ചെയ്യുന്നു, Ctrl X ആക്കിയിട്ട് ആബ്സല്യൂട്ട് ഇട്ട് കൊടുക്കുന്നു. കണ്ടോ, ഏരിയ 4 ആയില്ലേ? അതാ ഏരിയ ആക്ച്വലി 4 ആണ്. അത് നിങ്ങൾക്ക് അറിയാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണെങ്കിൽ അതാണ് ഈ 3 സംഭവം ആ സെയിം ലോജിക്ക്. ആബ്സല്യൂട്ട് അങ്ങ് മൊത്തം ഇട്ട് കൊടുക്കുക, അപ്പോൾ ശരിക്കത്തെ ഏരിയ കിട്ടും. ഓക്കെ, ഇനി എലിപ്സിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മക്കളെ നമ്മൾ നേരത്തെ ചെയ്ത സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത് നിങ്ങൾ റീറൈറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി മാത്രം ഒന്ന് പഠിച്ചാൽ മതി. ഓക്കെ, റീറൈറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി മാത്രം പഠിക്കുക. അപ്പോൾ ഞാൻ ഈ മൊത്തം സാധനം ഒന്ന് ഡിലീറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ബേസിക്കലി എന്താണ്, ഇപ്പോൾ ഈ സംഭവം ആയിക്കോട്ടെ, അതുപോലെ റീറൈറ്റ് ചെയ്യാൻ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എന്താണെങ്കിലും ഇൻ്റഗ്രൽസിന് വേണ്ടി പഠിക്കുന്നുണ്ട് അല്ലേ? എങ്ങനെ എലിപ്സ് നമുക്ക് y ആണ് വേണ്ടത്. ഓക്കെ, അപ്പം 1 മൈനസ് x സ്ക്വയർ ബൈ 9 അവിടെ വരും. 1/x സ്ക്വയർ മൈനസ്. ഒരു ട്രിക്ക് ഒക്കെ ഉണ്ട്. എന്താ ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി ഈ 4 അങ്ങോട്ട് പോവുക, 9 അങ്ങോട്ട് പോവുക. ഓക്കെ, 4 അങ്ങോട്ട് പോകുന്നു, 9 അങ്ങോട്ട് പോകുന്നു. അപ്പോൾ 4ൻ്റെ എന്താണ് സ്ക്വയർ റൂട്ട് 2 ഇവിടെ താഴെ. അപ്പോൾ 2/3 ആദ്യം വരും. ഇത് 2/3 വരും. സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ് വരിക? സ്ക്വയർ റൂട്ട് ഓഫ് നമുക്ക് 1 മൈനസ്. ഓക്കെ, 1 എന്ന് പറയുമ്പോൾ 9 വരിക. 9 മൈനസ് x സ്ക്വയർ ആണ് വരിക. ഓക്കെ, നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഞാനിത് ചെയ്യാൻ നിൽക്കുന്നില്ല, കാരണം എന്താ, നിങ്ങൾക്ക് നേരത്തെ ഇവിടെ കാണിച്ച സെയിം ടൈപ്പ് ക്വസ്റ്റൻ കേട്ടോ. ഇതാ ഈ സംഭവം വരും. ഓക്കെ, ഇത് നിങ്ങൾ റീഅറേഞ്ച് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കിയാൽ ഈ ട്രിക്ക് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ നോക്കിയാൽ ഞാൻ പറഞ്ഞ ട്രിക്ക് എന്താണ്?
ഈ 16 ഇങ്ങോട്ട് മേലെ വരും, 9 താഴെ വരും. അതിൻ്റെ സ്ക്വയർ റൂട്ട് 4/3. അപ്പോൾ നമ്മുടെ ആൻസർ 3/4. ഓക്കെ, ഇത് മേലെ വരും, ഇവിടെ താഴെ വരും. അപ്പോൾ എന്താണ് 3/4 വന്നു. 3/4 മൈനസ് എന്താണ് 16 - x². അപ്പം ഇത് നോക്കിയാൽ വൈൻ്റെ നമ്പർ 9 ഇവിടെ വരുന്നത് 3 ആവുന്നു, 16 സ്ക്വയർ റൂട്ട് 4 അപ്പോൾ 3/4 വരുന്നു, റൂട്ട് ഓഫ് എന്താണ് 16 - x². ഓക്കെ, അപ്പോൾ അതേ ലോജിക്ക് വെച്ചിട്ട് അതേ ലോജിക്ക് വെച്ചിട്ട് ഈ ക്വസ്റ്റൻ ഒന്ന് വേഗം നിങ്ങൾ കമൻസിൽ ആൻസർ വെച്ചാൽ ആ ലോജിക്ക് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ലോജിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നു, സ്റ്റെപ്പുകൾ അടക്കം. എന്താണ് ചെയ്യേണ്ടത്? y എന്ന് പറയുമ്പോൾ എന്താണ്? ഓക്കെ, എന്താണ് വരിക? ഇവിടെ വരിക ബേസിക്കലി 4/2/3 റൂട്ട് ഓഫ് 9 - x². ഓക്കെ, അതേപോലെ ഇതൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്തേ, അതിട്ട് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഓക്കെ, പിന്നെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് -3 to 3 -2 to 2 നിങ്ങളങ്ങ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതാ 2/3 റൂട്ട് ഓഫ് 9 - x². പ്ലസ് ഓർ മൈനസ് ഇടണ്ട, ഏരിയ ഡബിൾ ചെയ്യാൻ മറക്കരുത് ഒരിക്കലും. ഓക്കെ, ഇത് ലാബ് 2023 ചോദിച്ച ക്വസ്റ്റൻ ആണ്. സെയിം സംഭവങ്ങൾ. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റൻ നിങ്ങൾ ബേസിക്കലി കണ്ടുപിടിക്കേണ്ടത് ഈ y മാറ്റിയിട്ട് y² മാറ്റി y ആക്കണം. സെക്കൻഡ് ക്വസ്റ്റൻ നിങ്ങൾ ആബ്സല്യൂട്ട് ആണ് ഉദ്ദേശിക്കുന്നത്. തേർഡ് നിങ്ങൾ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുന്നത് നിങ്ങളുടെ കഴിവിനനുസരിച്ചിരിക്കും. ഓക്കെ, പിന്നെ ഡബിൾ ചെയ്യാനും മറക്കരുത്. ഓക്കെ, 2023 അതിൻ്റെ ഏരിയൻ്റെ ആൻസറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതോടെ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. 2021 ചോദിച്ചിട്ടുണ്ട്, പക്ഷേ അന്നൊക്കെ ലാബ് 31 ആണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസോടെ നമ്മൾ ലാബ് ആക്ടിവിറ്റീസ് കഴിഞ്ഞിരിക്കുന്ന മക്കളെ നമ്മൾ 30, 32, 34 ചെയ്തു. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമ്മൾ തീർത്തു. അപ്പം ബാക്കിയുള്ളതിൻ്റെയൊക്കെ പ്ലേലിസ്റ്റ് വരുന്നുണ്ട്. ഫംഗ്ഷനും +2ന് കുറേ ഫംഗ്ഷൻസ് വരുന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ +2ൻ്റെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, വേഗം തന്നെ അഡ്മിഷൻ എടുത്തോളൂ മക്കളെ. ഷോർട്ട് നോട്ട്സ് ലൈവും പിന്നെ സയൻസിൻ്റെ ഫുൾ ലാബ് ക്ലാസ്സസും പിന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വരുന്ന ഫീസ് 2000 ആണ്. വേഗം തന്നെ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ചോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ബാക്കിയുള്ള ക്ലാസ്സസിൽ കാണാം.